വലിയ ഒരു വാർത്ത വന്നു. അപ്പോൾ വലിയ പ്രതിഷേധമുയർന്നു. ഈരാറ്റുപേട്ടയ്ക്ക് ഒരു വണ്ടി പോലും കിട്ടിയില്ല എന്നുള്ള നിലയിൽ. അതുപോലെ മുണ്ടക്കയം, ചോറ്റി, ഊരങ്ങനാട്, മാളിക. പിന്നൊന്ന് പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിട്ട് ചെമ്മലമറ്റം 2 റൂട്ടേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പ്രസിഡന്റ് വാട്സപ്പ് ചെയ്തതാണ്. ഇളങ്കാട് വെള്ളിയന്ത ക്ഷേത്രം 504 ഏറ്റവും യാത്രാക്ലേശം. മുണ്ടക്കയം 504 കുഴിമാവ് സാറേ. ഞാൻ പാലപ്പുറ റൂട്ടിൽ ബസ് ഇറങ്ങി വരികയല്ല. ഇപ്പം 25 കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി മുണ്ടക്കയത്ത് വന്നിട്ട് വേണം അവിടുത്തെ ആൾക്കാർ കോരത്തോട് പഞ്ചായത്തിൽ വരാൻ. ആരെങ്കിലും പെർമിറ്റിന് അപേക്ഷിച്ചാലേ വകുപ്പിന് കൊടുക്കാൻ പറ്റുള്ളൂ. സുമാരം ചെയ്യേണ്ട അവരോട് അപേക്ഷിക്കാൻ പറ. അപ്പം അതിനോടിടയ്ക്ക് നമ്മൾ KSRTC ഇടാൻ ഞാൻ പറയില്ല. നമുക്ക് സാർ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സമയം അതായത് 9:15 ഉള്ളു സാറേ ബസ്. നമ്മുടെ ഈരാറ്റുപേട്ട, നടക്കൽ, കുട്ടുവാപ്പള്ളി, ഇപ്പം ഡാനിഷ് പറഞ്ഞപ്പോഴത് ഓർത്തത്. അതായത് കടുവാമൊഴിയുന്ന തലപ്പലത്തിന് ഇഞ്ചോലിക്കടവ് സബ്സ്റ്റേഷൻ വഴി. കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേർനാടിനുണ്ടായിരുന്ന വണ്ടി എല്ലാം നിർത്തിപ്പോയിട്ട് വർഷങ്ങളായി. ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് പെരുങ്ങളത്തെത്തി. നമ്മൾ ബസ് ഇടുന്നതിനെ പറ്റി എല്ലാവരും കറക്റ്റായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ അനാവശ്യമായ ബസ് ഇടുന്നതിനെ പറ്റി എനിക്കൊരു താല്പര്യമില്ല. നമുക്ക് ആരംഭ ശൂരത്വമാണ്. നമ്മൾ ചർച്ചയൊക്കെ നടത്തും, ഗൗരവമായ തീരുമാനങ്ങളൊക്കെ എടുക്കും, എല്ലാം കൈയടിച്ച് പാസ്സാക്കും. പിന്നെ പല കാര്യങ്ങളും ഫയലിൽ ഉറങ്ങും. ഒരു നമ്മുടെ KSRTC ഫാസ്റ്റ് വണ്ടി, അത് ഒരു കാരണവുമില്ല, വണ്ടിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അങ്ങനെ അനാവശ്യമായി ഓടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ ഒരു അനാവശ്യമായ കിടമത്സരം ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഇതെല്ലാം. KSRTCക്കോ എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയ്ക്കോ ഈ പരസ്പരം മത്സരിക്കാനോ അടികൂടാനോ ഉള്ള ഒരു ആരോഗ്യം ഉള്ള ഒരു കാലഘട്ടമല്ല. നമ്മളെല്ലാവരും ചേർന്ന് ഈ 2-2.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതിന് ഒരു റിസൾട്ട് ഉണ്ടാവണം. അതുകൊണ്ട് ഒരു 3 മാസം എന്ന് ഞാൻ സമയം നിശ്ചയിക്കും. ഞാൻ കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ പാലാ ജോയിൻ്റ് RTO അത് വളരെ ഗൗരവമായി എടുത്ത് ഈ കാര്യങ്ങൾ നടത്തണം. RTO അതിന് മേൽനോട്ടം വഹിച്ച് സൂപ്പർവൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു 3 മാസത്തിനകം ഇക്കാര്യത്തിൽ നമുക്കൊരു നടപടി ഉണ്ടാവത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായി പുതിയ റൂട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്യുകയും ആ റൂട്ടുകളുടെ വെളിച്ചത്തിൽ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ആ പെർമിറ്റിലേക്ക് പുതിയ വാഹനങ്ങൾ വരുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ബഹുമാനപ്പെട്ട മന്ത്രി ഈ പദ്ധതി നിയമസഭയിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: 1, 2, 3 ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവിന്, അങ്ങനെ ഒന്നിലധികം ആളുകൾ ചേർന്ന് പുതിയ ബസ്സുകൾ എടുത്തതിന് ശേഷം അവർ തന്നെ അതിൻ്റെ ചുമതലക്കാരായി, ഡ്രൈവറായും കണ്ടക്ടറായും മറ്റും ചുമതല വഹിച്ചുകൊണ്ട് ഒരു സ്വകാര്യ സംരംഭം എന്നുള്ള നിലയിൽ പുതിയ എൻ്റർപ്രണേഴ്സിനെ, പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി ഉപയുക്തമാകുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ കൂടി ഇത് ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന റൂട്ടുകളുടെ വെളിച്ചത്തിൽ കൂടുതൽ വാഹന ഗതാഗത സൗകര്യം, അത് KSRTC സംവിധാനം ഉപയോഗിച്ചാണെങ്കിലും അതുപോലെ തന്നെ സ്വകാര്യ സംരംഭകരെ ക്ഷണിച്ചു കൊണ്ടുവന്നാണെങ്കിലും ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സായി പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഡീവിയേറ്റഡ് റൂട്ടുകളിലൂടെ പെർമിറ്റ് നൽകുക വഴിയായാലും ശരി, നമ്മുടെ ഉൾമേഖലകളിലെ ഗതാഗത അപര്യാപ്തത, ഗതാഗത സൗകര്യത്തിൻ്റെ, പൊതുഗതാഗതത്തിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ചർച്ചയുടെ, ഇവിടെ നടക്കുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ ഒരാത്യന്തികമായ ലക്ഷ്യം. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള മേഖലകളിലൂടെയുള്ള റൂട്ടുകൾ പറയുക. അതിവിടെ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പാലാ ജോയിൻ്റ് RTOയും പൊൻകുന്നം ജോയിൻ്റ് RTOയും, ഏതായാലും നിർഭാഗ്യവശാൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു ജോയിൻ്റ് RTO ഓഫീസ് പോലും നിലവിലില്ല. നമ്മുടെ മേഖലയുടെ പരിധിയിൽ വരുന്ന 2 ഓഫീസുകളും, ഒരെണ്ണം പാലാ നിയോജക മണ്ഡലത്തിലും ഒരെണ്ണം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലുമാണ്. ഏതായാലും അവർ 2 പേരും ഇതിൻ്റെ ചുമതലക്കാരാണ്. അതിനകത്ത് ഇപ്പം ഞാൻ RTOയുമായി സംസാരിച്ചപ്പോൾ പാലാ ജോയിൻ്റ് RTO എൻ്റെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നൽകുന്ന രേഖാമൂലവും വാക്കാലും നിർദ്ദേശിക്കുന്ന റൂട്ടുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തും. അതിനുശേഷം നിങ്ങൾക്ക് തുടർന്നും അത്തരം നിർദ്ദേശങ്ങൾ പാലാ ജോയിൻ്റ് RTO ഓഫീസിൽ എത്തിക്കാവുന്നതാണ്. നമ്മുടെ ഈ റൂട്ട് ഫോർമിൽ ആകെപ്പാടെ ചെയ്യേണ്ടത്
റൂട്ട് ഫോർമുലേഷൻ പദ്ധതിയുടെ ഭാഗമായി സമർപ്പിക്കുന്ന നിർദ്ദേശം എന്ന ഒരു തലവാചകത്തോടു കൂടി പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്നും സമർപ്പിക്കാം. അങ്ങനെ സമീപ ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ച് പുതിയ പെർമിറ്റുകൾ അനൗൺസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യം ഗവൺമെൻറ് അഥവാ മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ നാട്ടിലെ ഗതാഗത അപര്യാപ്തത പരിഹരിക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി നമുക്ക് നടത്താം എന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം. സമീപ ദിവസങ്ങളിൽ KSRTCയുമായി കൂടി ബന്ധപ്പെട്ടൊരു വാർത്ത പല പത്രങ്ങളിലും വന്നു. പുതുതായി കുറേയേറെ ബസ്സുകൾ കോട്ടയം ജില്ലയിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. 39 ബസ്സുകൾ. അത് 14 എണ്ണം പാലായിൽ, 8 എണ്ണം എരുമേലിയിൽ. ഈ നിലയിൽ വലിയ ഒരു വാർത്ത വന്നു. അപ്പോൾ വലിയ പ്രതിഷേധമുയർന്നു. ഈരാറ്റുപേട്ടയ്ക്ക് ഒരു വണ്ടി പോലും കിട്ടിയില്ല എന്നുള്ള നിലയിൽ. ഞാനതേക്കുറിച്ച് അപ്പം തന്നെ KSRTCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമായും ബഹുമാനപ്പെട്ട മന്ത്രിയുമായും മന്ത്രിയുടെ PSമായും ഒക്കെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ വിശദീകരിച്ച ഒരു കാര്യം, പുതിയ 220 ബസ്സുകൾ KSRTC വാങ്ങാൻ തത്വത്തിൽ തീരുമാനിച്ചു. അത് വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻഡർ നടപടികൾ സ്വീകരിച്ചതല്ലാതെ അത് വാങ്ങുന്നതിന് ഏതെങ്കിലും ഒരു ബസ് കമ്പനിയുമായി, ബസ് മേക്കിംഗ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. ടെൻഡർ ആർക്ക് ഉറപ്പിച്ച് നൽകിയിട്ടില്ല. ബസ്സൊന്നും വാങ്ങിയിട്ടില്ല. ബസ് വാങ്ങിയതിന് ശേഷമാണ് അത് എവിടെ അലോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പോലും. അപ്പോൾ ഒരു നടപടിയും മുന്നോട്ട് പോകാതെ ആരോ ഊഹാപോഹത്തിൻ്റെയും അർദ്ധസത്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടച്ചുവിട്ട ഒരു വാർത്ത ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കാൻ ഇടവന്നതാണ്. പുതിയ ബസ്സുകൾ വരുന്ന ഘട്ടത്തിൽ ഈരാറ്റുപേട്ടയ്ക്കും അർഹമായ വിഹിതം നൽകിയിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഏതാനും പുതിയ ഓർഡിനറി സർവീസുകൾ ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും എരുമേലി ഡിപ്പോയിൽ നിന്നും, നമ്മുടെ 2 ഡിപ്പോയാണ് പ്രധാനമായും നമ്മുടെ മണ്ഡലത്തിലുള്ളത്. ഈ 2 ഡിപ്പോയിൽ നിന്നും ഏതാനും ഓർഡിനറി സർവീസുകൾക്ക് ആവശ്യമായ ബസ്സും റൂട്ടും നൽകാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി അത് ഏതൊക്കെയാണെന്ന് നിശ്ചയിച്ച് ഇന്നത്തെ ഈ ഒരു നിർദ്ദേശങ്ങളുടെയും കൂടി വെളിച്ചത്തിൽ നിർദ്ദേശം കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അല്ലെ തന്നെ ഈ ആശയവിനിമയമൊക്കെ നടത്തിയിട്ട് 2 ദിവസം ആയുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, അങ്ങനെ ഏതാനും പുതിയ ബസ്സുകൾ, എത്ര എണ്ണമെന്ന് പറഞ്ഞില്ല എങ്കിലും 4-5 എണ്ണമെങ്കിലും തരുമായിരിക്കും, ബസ്സുകൾ കൂടി അനുവദിക്കാമെന്നുള്ളത് ബഹുമാനപ്പെട്ട മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി സന്തോഷത്തോടെ ഈ വേദിയിൽ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് മീറ്റിംഗ് എന്നുള്ള നിലയിൽ വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇവിടെ ഓരോ പഞ്ചായത്ത് തിരിച്ച് നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. അപ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള ജനപ്രതിനിധികൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തുടങ്ങിയവർ ആ പഞ്ചായത്തിലൂടെ വാഹന ഗതാഗത സൗകര്യം കുറവുള്ളതും എന്നാൽ ബസ് ഗതാഗതത്തിന് പറ്റിയ റോഡുള്ളതും, അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, KSRTC വന്നാലും സ്വകാര്യ ബസ് വന്നാലും ലാഭകരമാണേലേ ബസ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ ബസ് നിലനിന്ന് പോകുള്ളൂ. പലപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും വണ്ടിയുണ്ട് എന്നുള്ളത് ഒരു സൗകര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വണ്ടികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ ആർട്ടിയോ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നിലധികം വണ്ടികൾ, വണ്ടി ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 4 അംഗങ്ങളുള്ള 5 വണ്ടി കാണും. ആ നിലയിൽ വാഹനങ്ങളുണ്ട്, 2 വീലറെങ്കിലും. അതുകൊണ്ട് പറ്റുന്ന ഒരു പ്രശ്നം, ബസ് വേണമെന്ന് നമ്മൾ മുറവിളി കൂട്ടുമ്പോഴും അത് കഷ്ടിച്ച് പിള്ളേർക്കൊന്ന് പള്ളിക്കൂടത്തിൽ പോകാനോ അങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾക്ക് മാത്രമായി ബസ്സിനെ നമ്മൾ ഉപയോഗിക്കുകയും വേറെ ആരും ടിക്കറ്റ് എടുക്കുകയോ ബസ്സേ കയറുകയോ ചെയ്യല. അപ്പോൾ ബസ് നഷ്ടത്തിലാവും. വലിയ ഡീസൽ ചിലവാണ്, മെയിൻ്റനൻസ് ചിലവാണ്, ഡ്രൈവർക്കും കണ്ടക്ടർക്കും അടക്കം ശമ്പളം കൊടുക്കണം. KSRTCയുടെ ആണെങ്കിലും സ്വകാര്യ ബസ്സിൻ്റെ ആണെങ്കിലും മറ്റ് ചിലവുകൾ നടക്കണം, നികുതി അടയ്ക്കണം, പാർട്സുകൾ വാങ്ങണം, ഇൻഷുറൻസ് അടയ്ക്കണം. ഞാനിതൊക്കെ പറയുന്നതിലും ബസ്സിൻ്റെ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, ബസ്സുകാർക്ക് വേണ്ടി വർത്തമാനം പറയുന്നു എന്നുള്ളതല്ല. ഇതെല്ലാം കഴിഞ്ഞൊരു ചെറിയ ലാഭമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ബസ് ഓടിക്കാൻ സ്വകാര്യ സംരംഭകർക്കും കഴിയില്ല, KSRTCക്കും കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിതേക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാതെ ആളുണ്ടേലും ഇല്ലേലും വണ്ടി വന്നോണമെന്ന് വാശി പിടിക്കുന്നതാണ്. പലപ്പോഴും ഞാൻ നിർബന്ധിച്ച് പലപ്പോഴും പല റൂട്ടിലും വണ്ടി ഇടിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ അവർ പറയും, സാറേ ഓടാൻ ഒരു നിവൃത്തിയില്ല, ഒരു ദിവസം 5000 രൂപ പൊയ്ക്കൊണ്ടിരിക്കുക, ഓടുകയല്ല ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും 5000 രൂപ വെച്ച് ദിവസം അഡീഷണൽ അന്നേരം ഓടാമെന്ന് പറയും. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് പലപ്പോഴും സ്ഥിതി. അതുകൂടി ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും എല്ലാവരും മനസ്സിലാക്കണം.
റൂട്ടിൽ വണ്ടി വന്നാൽ ആ വണ്ടിയാൽ ആൾ കയറുമെന്നും ലാഭകരമായിട്ട് ആ വണ്ടി ഓടാൻ പര്യാപ്തമായ സാഹചര്യം ഉണ്ട് എന്നും കൂടി ഉറപ്പുവരുത്താനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകുമ്പം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവിടെ നിന്ന് ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ ARB ആരെങ്കിലും ഒരാൾ എണീറ്റ് നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുക. അത് ഒരാൾ പറഞ്ഞ കാര്യം വീണ്ടും അടുത്ത ആളും കൂടെ എഴുന്നേറ്റ് ആവർത്തിക്കേണ്ട. അതല്ലാതെ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്നുള്ള പരാതി ഇവിടെ രേഖപ്പെടുത്തും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പഞ്ചായത്ത് ആ നിലയിൽ നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. അതിനുശേഷം എല്ലാവർക്കും അവസരമുണ്ട്. ഞങ്ങളുടെ പാറത്തൂർ പഞ്ചായത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു മലയോര പ്രദേശമാണ് പാറത്തൂർ പഞ്ചായത്തിൻ്റെ 2 മലയോര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാറത്തൂർ ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൽ വേണ്ടത്ര വാഹന സൗകര്യം ഇല്ലെന്നും ബഹുമാനായ MLA-ക്ക് നേരിട്ട് അറിയാവുന്നതാണ്. നമ്മളിവിടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒന്നിപ്പം ചാണകക്കുളം പഴുമല പാറത്തോട് മുണ്ടക്കയം ഒരു റൂട്ട് ആവശ്യമാണ്. അത് ഇതിനു മുൻപ് ചാണകക്കുളം വഴി വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ആ വണ്ടി ഓടുന്നില്ല. വളരെയധികം ജനങ്ങളുള്ളതും പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ചാണകക്കുളം പഴുമല. ട്രൈബൽ മേഖല കൂടിയാണ്. അതിലേക്ക് ആ വണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മുണ്ടക്കയം ചോറ്റി ഊരക്കനാട് മാളിക അത് മുൻപ് വണ്ടി ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴാ വണ്ടിയും ഓടുന്നില്ല. പിന്നെ എരുമേലി കൂവപ്പള്ളി കാര്യകുളം പാലമ്പ്ര ഇടക്കുന്നം പാറത്തോടെ കാഞ്ഞിരപ്പള്ളി ഒരു റൂട്ട് അനിവാര്യമാണ്. ഇതിനു മുൻപേ കൂവപ്പള്ളി വഴിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നതാണ്. MLA-ക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ആ വണ്ടി ഇപ്പം നിലവിൽ ഓടുന്നില്ല. അത് ക്രമീകരിക്കണമെന്ന് അറിയിക്കുന്നു. മറ്റൊന്ന് അഭ്യർത്ഥിക്കാനുള്ള 26-ാം മൈൽ പാലമ്പ്ര കാര്യകുളം കൂവപ്പള്ളി എരുമേലി ഒരു നല്ല ജനവാസ കേന്ദ്രമാണ്. ആ റൂട്ട് അനുവദിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും ബസ്സുകാർക്ക് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണെന്ന് അറിയിക്കുന്നു. പിന്നെ മറ്റൊന്ന് അറിയിക്കാനുള്ളത് കാഞ്ഞിരപ്പള്ളി പാറത്തോട് പാലപ്ര നിലവിൽ KSRTC ബസ് ഉണ്ടായിരുന്നായിരുന്നു. അതിന് ഒരു ട്രിപ്പോടുകൂടി ഇപ്പോൾ ഒരു ട്രിപ്പുണ്ട്, ഒരു ട്രിപ്പ് കൂടി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മറ്റൊന്നുള്ളത് ഈരാറ്റുപേട്ട ആനക്കല്ല് പൊന്മല പൊടിമറ്റം കാഞ്ഞിരപ്പള്ളി അതും വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയും ഇപ്പോൾ വേണ്ടത്ര വാഹന സൗകര്യം ഇല്ലാത്ത മേഖലയുമാണ്. പിന്നെ മറ്റൊന്നുള്ള പാലാ ഈരാറ്റുപേട്ട മാളിക പാലപ്ര വെളിച്ചാനി മുണ്ടക്കയം വളരെ ദൈർഘ്യമുള്ളതും നല്ല രീതിയിൽ ആളുതാമസമുള്ളതും വളരെ ഗുണകരമായിട്ട് യാത്രക്കാരെ കിട്ടുന്നൊരു റൂട്ടാണത്. അത് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് എരുമേലി കൂവപ്പള്ളി ഇടക്കുന്നം പാറത്തോടെ പള്ളിപ്പടി ഒന്ന് പുളിമൂട് വഴി പാലപ്ര ഇമ്മലമാല പള്ളിയിലൂടെ വന്നിട്ട് പിണ്ണാക്കനാട് ഈരാറ്റുപേട്ട പാല അങ്ങനൊരു ദീർഘദൂര സർവീസാണെങ്കിൽ അത് നിലനിന്ന് പോകുന്നു. ജനവാസ കേന്ദ്രങ്ങൾ വളരെയധികം ഉൾപ്പെടുത്തി പോകുന്നൊരു മേഖലയാണ്. ഇത്രയും റൂട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേക്കായി പ്രധാനപ്പെട്ട ഈ റോഡിലൂടെ സൗകര്യം നേരിട്ട് MLA-ക്ക് എല്ലാ വീടുകളും എല്ലാ പ്രദേശവും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യം MLA-ക്ക് അറിയാവുന്നതാണ്. ഇത് വേണ്ട വിധം പരിഗണിക്കണമെന്ന് പാറത്തോട് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 2 പിന്നെ ചോറ്റിയിൽ നിന്നും ഊരക്കനാട് മാളിക വഴി ഈരാറ്റുപേട്ടയിലേക്ക്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് പാറത്തോട് ഇടക്കുന്നം, അത് ഇഞ്ചാനി വട്ടക്കാവ് വഴി മുണ്ടക്കയത്തേക്ക് പോകുന്നത് നല്ലതായിരിക്കും. ആ നിലയിൽ കോപ്പള്ളി കണക്ഷൻ ഇത് വേറൊരു ഡീവിയേഷൻ ഞാൻ പറഞ്ഞത്. അല്ല അതിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്തോ, അല്ലെങ്കിൽ വേറെ മിനിറ്റ്സ് ആയിട്ട് എഴുതിക്കോ. ഇവർ തന്നത് കൂടാതെ ഉയരുന്ന നിർദ്ദേശങ്ങളൊന്ന് മിനിറ്റ്സായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളുക. പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ ഇടക്കുന്നം ഇഞ്ചിയാനി വട്ടക്കാവ് മുണ്ടക്കയം ഇടക്കുന്നം ഇഞ്ചിയാനി വട്ടക്കാവ് മുണ്ടക്കയം. അതിനകത്ത് മഹാഭൂരിപക്ഷം ഉൾമേഖലകളിലും ധാരാളം ആളുള്ളതും വിജയകരമായി സർവീസ് നടത്താൻ കഴിയുന്നു. പിന്നൊന്ന് പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിട്ട് ചെമ്മലമറ്റം ചാണകക്കുളം പഴുമല പാറത്തോട് വഴി മുണ്ടക്കയം. വരിയാനിക്കാട് വഴിയല്ലേ അതിൽ പോരാൻ പറ്റുള്ളൂ. ചാണകക്കുളവും പഴുമലയും ചെമ്മലമറ്റവും പറഞ്ഞപ്പോൾ അതിനിടയ്ക്കുള്ളതാണല്ലോ വരിയാനിക്കാട്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെമ്മലമറ്റം പഴുമല ചാണകക്കുളം പഴുമല വാർത്തോട് എന്ന് പറയുമ്പോൾ വരിയാനിക്കോട്ടേ ബസ് വരുള്ളൂ. പിന്നെ പാലപ്പറയ്ക്ക് ഇപ്പോൾ ഒരു ട്രിപ്പേ ഉള്ളൂ, ഒരു ട്രിപ്പ് കൂടെ വേണമെന്നുള്ളത്. പിന്നെ പുതുതായി വന്ന 1-2 നിർദ്ദേശങ്ങൾ
ഈരാറ്റുപേട്ടയിൽ നിന്ന് ആനക്കല്ല് വന്നിട്ട് പൊന്മല പൊടിമറ്റം വഴി, പൊടിമറ്റത്ത് വന്നാൽ നാഷണൽ ഹൈവേ പ്രവേശിച്ചാൽ പിന്നെ എങ്ങോട്ട് വേണേലും പോകാം. അത് ഇതുവരെ ബസ് റൂട്ട് ഇല്ലാത്ത ഒരു മേഖലയും എന്നാൽ ആൾ താമസമുള്ള. ആകെ ഒരു പ്രശ്നം ആ പ്രദേശം മുഴുവൻ പേരും വണ്ടിയുള്ളവരേ ഉള്ളൂ, വണ്ടിയില്ലാത്തവർ ആ പുലിക്കുന്ന് കോളനിയിലുള്ളവരേ ഉള്ളൂ. അത് നല്ലൊരു റൂട്ടാണ്, പുതിയ റൂട്ടാണ്. പിന്നെ പുതുതായിട്ട് ഇപ്പോൾ പറഞ്ഞ ഒരു റൂട്ട് വെളിച്ചാനി പാലപ്പുറയാണ്. പക്ഷേ ആ വെളിച്ചാനി പാലപ്പുറ റൂട്ടിൽ ബസ് ഇറങ്ങി വരികയല്ലോ മണി. ബസ് പ്രസിഡന്റ് ആഗ്രഹം അവളുടെ വീടിൻ്റെ അല്ലേ, എങ്ങനെ വണ്ടി വരും? പിന്നെ ഇല്ലേ, പക്ഷേ അല്ല ആ ഇറക്കമൊന്നും ഇറങ്ങി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എഴുതിക്കോ ഏതായാലും പ്രായോഗികം 8 മീറ്റർ ഉണ്ട്, പക്ഷെ അവിടുന്ന് ആ കുത്തിറക്കമൊക്കെ ഇറങ്ങി വലിയ വളം. അതിലും എഴുതിക്കോ. ബാക്കിയെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാറത്തോട്ടിൽ നിന്ന് എല്ലാ ഉൾമേഖലകളും കൃത്യമായി. ഉരക്കനാട് വന്നില്ലേ? എന്തോ അതായത് മെമ്പർ പറഞ്ഞത് ഇപ്പോൾ ഉള്ള റൂട്ടുകളെല്ലാം ഷോർട്ട് റൂട്ട് ആകുമ്പോൾ അധികം ആളുകൾ കയറിയല്ല, ലോങ് റൂട്ടായി കോട്ടയത്തു നിന്നൊക്കെ വരുന്ന വണ്ടി അല്ലെങ്കിൽ അതായത് ഇവിടുന്ന് കയറിയാൽ നേരെ കോട്ടയം പോകാവുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നാണ്. അതൊരു ജനറൽ ഡയറക്ഷനായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ, അതൊരു പൊതു നിർദ്ദേശമായിട്ട് കൂട്ടിയാൽ മതി. അതായത് ഈ ഉൾമേഖലകളുടെ റൂട്ട് ഫോർമുലേഷൻ, ഈ ഉൾമേഖലയൊക്കെ പറയുന്ന 6, 7, 8, 10 കിലോമീറ്റർ കൊണ്ട് ഉൾമേഖല അങ്ങ് തീരും. അവിടെ മാത്രം പരിഗണിക്കുമ്പോൾ മുന്നോട്ട് ദീർഘദൂരമായിട്ട് കോട്ടയത്തേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ ആലപ്പുഴയിലേക്കോ എറണാകുളത്തേക്കോ ഒക്കെ ദീർഘമായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിലേ വിജയകരമായി ആ റൂട്ട് അതിലെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ. അപ്പോൾ പാറത്തോടിൻ്റെ മറ്റാർക്കെങ്കിലും ഡേസ് പറഞ്ഞു, രാജൻ പറഞ്ഞു, എന്നാൽ പാറത്തോട് കഴിഞ്ഞ് അടുത്ത ഏതാ എടുക്കണ്ടേ? മുണ്ടക്കയം നേരം ഇല്ലെന്ന് തോന്നുന്നു. മുണ്ടക്കയം യെസ്. മുണ്ടക്കയത്തു നിന്ന് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും കിലയിൽ 2 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അത് കാരണം എനിക്ക് 2 റൂട്ടേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പ്രസിഡന്റ് വാട്സപ്പ് ചെയ്തതാണ്. വട്ടക്കാവ് വെള്ളനടി വഴി മുണ്ടക്കയം. അത് ഗ്രാമവണ്ടിയുടെ നിർദ്ദേശം തന്നിരുന്ന റൂട്ടാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ മുണ്ടക്കയം പശ്ചിമ വഴി 504 കോളനി. അതിലേക്ക് ആദ്യത്തെ റൂട്ടിലേക്ക് ഒരു ഷൈബു ബസ് എന്നൊരു ആൾ RTIയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, റൂട്ട് പെർമിറ്റിന് വേണ്ടി അപേക്ഷ തന്നിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ബാക്കി അവർ വന്നിട്ട് MLA ആയിട്ട് ചർച്ച ചെയ്തോളാം പറഞ്ഞു. മുണ്ടക്കയത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 1-2 നിർദ്ദേശങ്ങൾ മാത്രമാണ്. മുമ്പ് ഞാനൊരു ഇത് പറഞ്ഞായിരുന്നു, എടക്കുന്ന് ഇഞ്ചിയാനി വട്ടക്കാവ് വഴി മുണ്ടക്കയം. അതുകൂടാതെ കൂവപ്പള്ളി വെള്ളനാടി മുണ്ടക്കയം. അത് ശരിക്കും പറഞ്ഞാൽ എരുമേലി ടച്ച് ചെയ്തും മുണ്ടക്കയം ടച്ച് ചെയ്തും പോകുന്ന ഏത് ബസ്സും കയറ്റി വിടാവുന്ന ഒരു റൂട്ടാണ്. കൂവപ്പള്ളി, കൂരന്തൂക്ക്, വെള്ളനാടി, മുണ്ടക്കയം അതെഴുതുക. പിന്നെ വേറൊന്ന് ഇപ്പം പറഞ്ഞതുപോലെ മുണ്ടക്കയം, കരിനിലം, പശ്ചിമ കുഴിമാവ്. അതല്ലേ CC തോമസ്? അതല്ലേ ഉദ്ദേശിച്ചത്? വണ്ടമ്പതാല് പോകണ്ട, കരിനിലത്തുനിന്ന് വണ്ടമ്പതാല് കോരത്തോട് റൂട്ട് അവിടെ അടുത്താന്നുള്ളൂ. കരിനിലത്തുനിന്ന് പശ്ചിമയിൽ നിന്ന് കുഴിമാവ്. അത് നോട്ട് ചെയ്തല്ലോ. അപ്പോൾ മുണ്ടക്കയത്തെ എല്ലാ റൂട്ടും പിന്നെ മുണ്ടക്കയം ബാക്കിയൊക്കെ ഇപ്പോൾ പൊതുവെ ബസ്സുള്ള സാർ. മുണ്ടക്കയം കഴിഞ്ഞു. കൂട്ടിക്കൽ പഞ്ചായത്തിൽ നിലവിൽ ബസ് സർവീസ് ഉണ്ടായിരുന്ന നമ്മുടെ കൈപ്പള്ളി കളത്തുവ ഏന്തയാറ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പൂഞ്ഞാറിൽ നിന്നും മുണ്ടക്കയത്തായിട്ട് ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും KSRTC ബസ് ഉണ്ടായിരുന്നതാണ്. പ്രളയത്തെ തുടർന്ന് റോഡ് മോശമായപ്പോഴാണ് നിന്നു പോയത്. അതുകൊണ്ട് കളത്തുവ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കളത്തുവ, ഏന്തയാർ, മുണ്ടക്കയം. അടുത്തത് കൂട്ടിക്കൽ, താളങ്കൽ, കാവാലി, ചോലത്തടം. അത് റോഡ് BMBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ റോഡാണ്. നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്ന റോഡാണ്. നമ്മൾ ഈ പഞ്ചായത്തിനുള്ളിലുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നോ പാലായിൽ നിന്നോ മുണ്ടക്കയത്ത് നിന്നോ എരുമേലിയിൽ നിന്നോ ഒക്കെ ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ അത് കൂട്ടിക്കൽ, താളങ്കൽ, കാവാലി, ചോലത്തടം. അതുപോലെ തന്നെ കൂട്ടിക്കൽ, മാത്തൂമല, പ്ലാപ്പള്ളി. അവിടെ നേരത്തെ പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. കൂട്ടിക്കൽ, മാത്തൂമല, പ്ലാപ്പള്ളി. ഇളങ്കാട്, വെള്ളിയന്ത ക്ഷേത്രം. അത് മുണ്ടക്കയത്ത് നിന്ന് ഇളങ്കാട് വന്ന് വെള്ളിയന്ത ക്ഷേത്രം വരെ അതും BMBC നിലവാരത്തിലെ പണി പൂർത്തിയായിട്ടുള്ള റോഡുകളാണ്. വാഗമൺ റോഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഇളങ്കാട്, വെള്ളിയന്ത ക്ഷേത്രം, അവിടെ ബസ് സർവീസ് നിലവിലില്ല, അവിടെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇളങ്കാട്, ഗുരുമന്ദിരം, കൂപ്പ് റോഡ്. ഇളങ്കാട് നിന്ന്
ഉള്ളിലേക്കുള്ള റോഡാണ്. അവിടെയും ടാറിംഗ് റോഡാണ്. ബസ് സർവീസ് നേരത്തെ നടത്തിയിരുന്ന റോഡാണ്. വിളങ്കാട് ഗുരുമന്ദിരം കൂപ്പ് റോഡ്. ഇതുകൂടാതെ ഏന്തയാർ മാത്തൂമല ചാത്തമ്പിലാപ്പള്ളി, കൂട്ടിക്കൽ മാത്തൂമല ചാത്തമ്പിലാപ്പള്ളി, ഏന്തയാർ മുണ്ടപ്പള്ളി, ഏന്തയാർ മാത്തൂമല പ്ലാപ്പള്ളി, ഇളങ്കാട് കൊടുങ്ങാട് ക്ഷേത്രം, ഇത്രയും ഭാഗത്തേക്ക് നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആൾതാമസം ഗൗരവമായിട്ട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളാണ്. അപ്പോൾ അത്രയും ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ കൂടി ആരംഭിക്കുന്നതിനുള്ള പെർമിറ്റ് അനുവദിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ചില റൂട്ടുകളിൽ അടുത്ത ആർ ടി മീറ്റിംഗിലേക്ക് പെർമിറ്റിന് വെച്ചിരിക്കുന്ന അപേക്ഷകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ച് അവർക്ക് അത് കൊടുക്കുന്നതിനുള്ള നടപടി ഉണ്ടായി. നമ്മൾ ഈ പരാമർശിച്ച ചില റൂട്ടുകളിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നോക്കി പരിഗണിച്ചാൽ ആ റൂട്ടുകളിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾ മലയിലൊക്കെ കുറവാന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ അല്ലേ. പിന്നെ ചില പെർമിറ്റിന് സ്വകാര്യ ബസ്സുകൾ അപേക്ഷിച്ചിട്ടുള്ളതിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ കൂട്ടിക്കൽ കഴിഞ്ഞു, കോരുത്തോട്. ഞങ്ങൾക്ക് 504 ഏറ്റവും യാത്രാക്ലേശം. മുണ്ടക്കയം 504 കുഴിമാവ് സാറേ. മുണ്ടക്കയം 504, പുഞ്ചവയൽ 504 കുഴിമാവ്. പഞ്ചായത്തിലേക്ക് വരാനായിട്ട് ഏറ്റവും കഷ്ടപ്പാടുള്ളൊരു സ്ഥലമാണ്. അത് നിലവിലൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു, അത് മുടങ്ങിക്കിടക്കുകയാണ്. RTO ജോയിൻ്റ് RTOയുടെ ശ്രദ്ധയ്ക്കാണ്. ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു 10 മണിക്ക്, അത് 504 കൊണ്ട് നിർത്തി വെച്ചിട്ട് കുറേ നാളായി. അത് പുനഃസ്ഥാപിക്കണം. പിന്നെ ഒന്നുള്ളത് നമ്മുടെ കൊമ്പുകുത്തിയാണ്. മുണ്ടക്കയം കൊമ്പുകുത്തി മടുക്ക, അവിടെ ഒരു ബൈപ്പാസ് റോഡുണ്ട് ഗിരിജ മെമ്പറുടെ, പൊട്ടംകുളം മൈനാക്കുളം. അതിന് ഷൈബു ബസ് പെർമിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പഴയ വയസ്സ് പറഞ്ഞ പോലെ പശ്ചിമ മുണ്ടക്കയം പശ്ചിമ കുഴിമാവ് റോഡ്. പിന്നെ ഒരു ഇത് വച്ചേക്കുന്ന ചങ്ങനാശ്ശേരി കോരുത്തോട് സർവീസ് നടത്തുന്ന സൈക്കോ കുഴിമാവ് വരെ നീട്ടാനായിട്ട് പെർമിറ്റ് വെച്ചിട്ടുണ്ട്. അതും പാസ്സാക്കി കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഏറ്റവും അധികം യാത്രാക്ലേശം ഉള്ള പ്രദേശമാണ് പുഞ്ചവയൽ 504 കോളനി ഉൾപ്പെടുന്ന പ്രദേശം. അതായത് 9-ാം വാർഡ്, 10-ാം വാർഡ്, 11-ാം വാർഡ്, 12-ൻ്റെ കുറേ ഭാഗം ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പം 25 കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി മുണ്ടക്കയത്ത് വന്നിട്ട് വേണം അവിടുത്തെ ആൾക്കാർ കോരുത്തോട് പഞ്ചായത്തിൽ വരാൻ. ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, മൃഗാശുപത്രി ഉണ്ട്. ഇങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം കോരുത്തോടിനെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ 25 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് ഞങ്ങൾ കോരുത്തോട് വരുമ്പോൾ ഞങ്ങളുടെ സമയ നഷ്ടവും പണനഷ്ടവും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് മുണ്ടക്കയത്ത് നിന്ന് പുഞ്ചവയൽ വഴി 504 കുഴിമാവ് കോരുത്തോട് വഴി ഒരു ബസ്, അത് പിന്നെ കോരുത്തോട് വന്നിട്ട് മുണ്ടക്കയത്തിന് വേണേൽ അതുവഴി പോരാം. തിരിച്ച് അതുപോലെ തന്നെ 2-3 ട്രിപ്പ് ആ ഏരിയയിൽ കൂടെ വരികയാണെങ്കിൽ കോരുത്തോട് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തെയും യാത്രാക്ലേശം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ 3-ാം വാർഡ് കൊമ്പൂത്തി ഏറ്റവും യാത്രാക്ലേശമുള്ള വഴിയാണ്. അപ്പം ആ വഴിക്കും സർവീസ് മടുക്കയിൽ ചെന്നിട്ട് മടുക്കയിൽ നിന്ന് നേരെ കൊമ്പൂത്തിക്ക് സർവീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല കളക്ഷൻ കിട്ടുന്ന ചില പോക്കറ്റ് റോഡുകൾ ആ ഭാഗത്തുണ്ട്. കോരുത്തോട് പഞ്ചായത്തിൻ്റെ ചണ്ണപ്ലാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കുഴിമാവിൻ്റെ അപ്പുറം ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലമുണ്ട്, മുക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ നല്ല കളക്ഷൻ കിട്ടുന്ന റൂട്ടുകളാണ്. ഇഷ്ടംപോലെ ജനസഞ്ചാരം ഉള്ള വഴിയുമാണ്. ആ വഴിക്കൊന്നും വണ്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ KSRTCയുടെ ഒരു ബസ് രാവിലെ എരുമേലിയിൽ നിന്ന് കുഴിമാവ് വഴി വന്ന് 504 കൂടെ കോട്ടയം പോയിക്കൊണ്ടിരുന്ന ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആ ബസ് കാണാനേ ഇല്ല. ആ ബസ് നിന്നുപോയി. അപ്പോൾ അത് ഒന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചില ബസ്സുകൾ പെർമിറ്റ് എടുത്തിട്ട് അവർ മുണ്ടക്കയം കൊണ്ട് നടത്തി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചിലത് പുഞ്ചവയൽ കൊണ്ട് നടത്തി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൊണ്ടോടി എന്നും പറഞ്ഞൊരു ബസ് അവർ പൊൻകുന്നം 504 കോളനി കുഴിമാവായിട്ടാണ് പെർമിറ്റ് എടുത്തേക്കുന്നത്. പക്ഷേ 10:15 അവർ മുണ്ടക്കയത്തു നിന്ന് വിട്ടിട്ട് 504 വന്ന് കിടക്കുക, കുഴിമാവിന് പോകുന്നില്ല. അപ്പോൾ അത് അധികാരികളൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കേസാണ്. പൊൻകുന്നം അതിൻ്റെ വേണം ശ്രദ്ധിക്കാനത്. അപ്പം നിരവധി തവണ പരാതിയും ലെറ്റർപാടയിലും ഒക്കെ എഴുതി അവിടെ അയച്ചിട്ടുള്ളതാണ്. ഇതുവരെ അതിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാക്കി മാറ്റരുതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർപ്പിക്കാനുള്ളത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ജനം നമ്മളെ എന്നും ഓർക്കുകയുള്ളൂ. അതുകൊണ്ട് പുഞ്ചവയൽ വഴി മുണ്ടക്കയം, പുഞ്ചവയൽ, 504 കോളനി, കുഴിമാവ്, കോരുത്തോട് ആ വഴിക്ക് ഒരു 2-3 ട്രിപ്പ് ഇടുകയാണെങ്കിൽ അവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ പറ്റും. ആൾക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളുകയാണ്. ഈ കൊമ്പകുത്തിയുടെ കാര്യം പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട MLA ക്ക് അറിയാം. ഇപ്പം
നമുക്കൊരു 3.5-4 മണിക്കൂർ ലേറ്റായിട്ടാണ് മുണ്ടക്കയത്ത് നമുക്ക് വണ്ടി പോകുന്നത്. 9 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് മുണ്ടക്കയത്ത് നിന്ന് പോകുന്നത് 12:30. അപ്പോൾ അതിനോടിടയ്ക്ക് നമ്മൾ KSRTC ഇടാൻ ഞാൻ പറയില്ല. നമുക്ക് സാർ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്കൊരു നിലവിലുള്ള ഒരു ട്രിപ്പ് ഒന്ന് കൂട്ടിയാൽ മതി. ഇപ്പം ഷൈബുവിൻ്റെ ടൈം എപ്പോഴായിട്ടിരിക്കുന്നിടത്തില്ല. ഞാൻ കൊമ്പൂത്തി നിവാസിയാണ്. അപ്പം ഈ കൊമ്പൂത്തിയെ ആശ്രയിച്ചാണ് ഇന്നിപ്പം ചെന്നാപ്പാറ പെരുവന്താനം പഞ്ചായത്തിൻ്റെ കുറേ KSRTC അല്ല, ഷൈബുവും മുഹമ്മദ് അൻസും അല്ല. അത് അങ്ങനെ ഒരു ടൈം നമുക്ക് കിട്ടിയാൽ മതി എന്ന് പറയും. ഈ 3.5 മണിക്കൂറിൻ്റെ. പിന്നെ ഈ ചെന്നാപ്പാറ ഇപ്പം കൊമ്പൂത്തി ആശ്രയിച്ച് ബസ്സിനെ ആശ്രയിച്ചാണ് ഇപ്പം അവരുടെ യാത്ര. ഈ മെമ്പർ സൂചിപ്പിച്ച ഒരു കാര്യം, മുണ്ടക്കയത്തുനിന്ന് കൊമ്പുകുത്തിക്ക് രാവിലെ 9:30 കഴിഞ്ഞാൽ പിന്നെ 12:30 വണ്ടിയുള്ളൂ. 3 മണിക്കൂർ ഗ്യാപ്പുണ്ട്. സ്വകാര്യ ബസ് ഓടുന്നവർ ഇടയ്ക്ക് ട്രിപ്പ് എടുക്കാൻ തയ്യാറാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവരോട് പെർമിറ്റിന് അപേക്ഷിക്കാൻ പറയുക. അപ്പോൾ ഈ റൂട്ട് ഫോർമുലേഷനിൽ നിലവിൽ പെർമിറ്റ് ഉള്ളതാണ്. കൂടുതൽ സർവീസുകൾ വരണം ഇതല്ലേ? എന്തോ ഇല്ല, ആരെങ്കിലും പെർമിറ്റിന് അപേക്ഷിച്ചാലേ വകുപ്പിന് കൊടുക്കാൻ പറ്റുള്ളൂ. സുമാരം ചെയ്യേണ്ട അവരോട് അപേക്ഷിക്കാൻ പറ. അപ്പം കൊടുക്കണമെന്ന് കരുതി ഈ റൂട്ട് ഫോർമുലേഷനിൽ ഈ നിർദ്ദേശം വന്നു എന്ന് രേഖപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. കോരുത്തോടിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ വളരെ ഗൗരവമായൊരു കാര്യം, മുണ്ടക്കയത്തുനിന്ന് പുഞ്ചവയലിൽ വന്ന് 504 കുഴിമാവ് വഴി ബസ് വേണം. അതൊരു മസ്റ്റാണ്. ഇപ്പോൾ പറ്റുന്നതെന്നു വെച്ചാൽ പുഞ്ചവയൽ കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. പിന്നെ പുഞ്ചവയലിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ മുഴുവൻ കോരുത്തോട് പഞ്ചായത്താണ്. ഇപ്പോൾ ഇവിടെ മുമ്പ് CC തോമസ് പറഞ്ഞ പോലെ ആ ആളുകൾ മുഴുവൻ ആദ്യം പുഞ്ചവയലിൽ വരണം. പിന്നെ കരിനിലം കഴിയും മുണ്ടക്കയത്ത് ചുറ്റി വളഞ്ഞ് 25 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വേണം കോരുത്തോട്. ആകെ 7 കിലോമീറ്റർ ദൂരം പഞ്ചായത്തിൻ്റെ ആസ്ഥാനത്ത് പോകാനുള്ളതിന് 25 കിലോമീറ്റർ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധമായും റൂട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് വനമേഖലയാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു സർക്കുലർ സർവീസ് എഴുതിക്കും. അതായത് മുണ്ടക്കയത്ത് നിന്ന് ആരംഭിച്ച് മുണ്ടക്കയത്ത് അവസാനിക്കുന്നത്. മുണ്ടക്കയത്ത് നിന്ന് കരിനിലം, പുഞ്ചവയൽ, 504 കുഴിമാവ്, കോരുത്തോട്, പിന്നെ മടുക്ക വണ്ടമ്പതാൽ, മുരിക്കുംവയൽ വഴി മുണ്ടക്കയം. അല്ല, മുരിക്കുംവയലാകുമ്പോൾ സ്കൂള് കവർ ചെയ്യാം. ആ സ്കൂള് കവർ ചെയ്യാം. ഒരു ഹയർ സെക്കൻഡറി സ്കൂളുള്ളതാണ് അവിടെ. അപ്പോൾ അതാണ് സർക്കുലർ ആകുമ്പോൾ അങ്ങനെ മുരിക്കുംവയൽ യഥാർത്ഥത്തിലാണെങ്കിൽ മുരിക്കുംവയൽ വേണം. മുരിക്കുംവയൽ ഡീവിയേറ്റ് ചെയ്ത് പോകണം. ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നിയമമണ്ഡലത്തിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എല്ലാം കൂടെ ഉള്ള ഏക കോമ്പൗണ്ടാണ്. ആ കോളേജുണ്ട്, ശ്രീ ശബരീശ കോളേജുണ്ട്, അത് ഞാൻ മറന്നുപോയി. കോളേജുണ്ട്. അപ്പോൾ ഒരു സർക്കുലർ സർവീസ് ആണല്ലേ. മുണ്ടക്കയത്ത് ഒരു വഴിക്ക് മുണ്ടക്കയത്ത് പോയിട്ട് മറുവഴിക്ക് മുണ്ടക്കയത്ത് തന്നെ തിരിച്ചെത്തുക, ആ രീതിയിൽ. അപ്പം കോരുത്തോടിൻ്റെയും മുണ്ടക്കയത്തിൻ്റെ എല്ലാ ഉൾമേഖലകളും കവർ ചെയ്യുകയും ചെയ്യും. ബസ്സുകാർ വന്നാൽ അവർക്കും ലാഭകരം. ആ ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം പൊതുവെ പാവപ്പെട്ട ആളുകളും അതായത് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ആളുകൾ കൂടുതലുള്ള പ്രദേശമാണത്. യെസ്. പിന്നെ കൊമ്പൂത്തിയുടെ ഗൗരവമുള്ള വിഷയമാണ്. കൊമ്പൂത്തി 500ഓളം പട്ടികവർഗ കുടുംബങ്ങളുള്ള സ്ഥലമാണ്. കൊമ്പൂത്തിയുടെ റൂട്ട് വർദ്ധിപ്പിക്കണമെന്നാണ് അവിടെ നിന്നുള്ള മെമ്പർ സൂചിപ്പിച്ചത്. നമുക്ക് ഒരുത്തോടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. സാറേ, എരുമേലി പൊരിയന്മല കരിമ്പൻതോട് വഴി പത്തനംതിട്ടയ്ക്കോ ചങ്ങനാശ്ശേരിക്കോ ഒരു വണ്ടി. എരുമേലിയിൽ നിന്ന് പൊരിയന്മല കരിമ്പൻതോട് വഴി പത്തനംതിട്ട ചങ്ങനാശ്ശേരിയോ. സാറേ, അടുത്ത റൂട്ട് എരുമേലി പേരൂർത്തോട് തുമരമ്പാറ എലിവാലിക്കര വഴി മുക്കൂട്ടുതറ വെൺകുറിഞ്ഞി വെച്ചുവെച്ചറ. അത് എരുമേലിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വരുന്ന വണ്ടിയാണ്. കാരണം അതിലെ പിള്ളേർക്ക് പോകാൻ സമയം, അതായത് 9:15 ഉള്ളൂ സാറേ ബസ്. അത് ഒരു 8:30 അല്ലെ 8 മണിക്ക് ശേഷം ഒരു ബസ് കിട്ടുമായിരുന്നെങ്കിൽ അവിടുത്തെ മെമ്പർ തന്നെ എന്നോട് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു വിട്ടാണ്. സാറിനോട് അന്നും പറഞ്ഞാന്നാണ് പറഞ്ഞത്, നേരത്തെ അതൊന്ന് തന്നാന്നാണ് പറഞ്ഞു, വീണ്ടും ഒന്നുകൂടി നഴിക്കേണ്ടി വന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പോകാനായിട്ട് ആ വെൺകുറിഞ്ഞി സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടേ, ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെച്ചൂച്ചറ പിന്നെ കോളേജും ഒക്കെ ഉണ്ടല്ലോ, അത് മറ്റേ IHRDയുടെ കോളേജുണ്ട്, അതെല്ലാം ഉള്ളതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരെണ്ണം അതായത് ഉച്ച കഴിഞ്ഞാണ് വേണ്ടത്. എരുമേലി മുക്കൂട്ടുതറ മുട്ടപ്പള്ളി തുലാപ്പള്ളിയോ ഏഞ്ചൽ വാഴയോ കിസുമത്തിന് ഒരു ബസ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം. സാറേ, ഒരു 1/4 മണിക്കൂർ സമയത്തേക്ക് ബസ്സില്ല. കാരണം ഇപ്പോഴും ആ റൂട്ടിൽ എപ്പോഴും തിരക്കുള്ള റൂട്ടായതുകൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന ആ ടൈം ഒരു 4 മണിക്കോ ശേഷമോ. അപ്പം 2 പ്രൈവറ്റ് ബസ്സുകൾ, പിന്നെ 5 മണിക്കൊരു സെറാ ബസ്. അതേ ഭയങ്കര തിരക്കാണ്, ആളുകൾക്ക് കയറാൻ ഒന്നും പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. ആ 3 ബസ്സിന് ഒരു 4:30 ഒരു ഉച്ച കഴിഞ്ഞ് ഏഞ്ചൽ വാലിക്കോ തുലാപ്പള്ളിക്കോ കിസ്മത്തിനോ അങ്ങോട്ടില്ല.
സാറേ ഒരു ഉറുമ്പിൽ എന്ന് പറഞ്ഞൊരു ബസ്, പിന്നെ ഒരു ഹോളി മേരി, ഈ സാറേ ഈ 3 ബസ്സിൽ സാധാരണക്കാർക്ക് ആർക്കും കയറത്തില്ല, എന്നും പരാതിയാണ്. ആ ടൈമിൽ ഭയങ്കര തിരക്ക് കൂടും ബസ്സിൻ്റെ പുറത്തോട് സ്കൂൾ ടൈമിൽ. ആ സമയത്ത് ഉച്ച കഴിഞ്ഞൊരു ബസ് ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമായിരുന്നു പോയാലും. അതുപോലെ തന്നെ പിന്നെ വേറെണ്ണം പറഞ്ഞിരിക്കുന്നത് എരുമേലി കൊടുത്തോട്ടം വഴി മുക്കൂട്ടുതറ. ഈ പറഞ്ഞ ബസ് ആ സമയത്താക്കിയാലും മതി ഒരെണ്ണം അതുവഴി കയറി വരുന്ന പോലെ. എരുമേലി കൊടുത്തോട്ടം വഴി മുക്കൂട്ടുതറ അല്ല, എങ്ങനെയും കിട്ടുന്ന ഒരു രീതിയിൽ. മുക്കൂട്ടുതറ മാത്രമല്ല, അതിപ്പോൾ ഏഞ്ചൽ വാലിയോ അങ്ങനെ ദൂരോട്ട് മുക്കൂട്ടുതറ വഴിയെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത്ര ശരി. ഇതാണ് എരുമേലിയുമായി ബന്ധപ്പെട്ട് വളരെ ന്യായമായ ആവശ്യങ്ങളൊക്കെയാണ് പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതെല്ലാം റൂട്ട് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരെണ്ണം എരുമേലി ടൗണിൽ നിന്ന് നമ്മളിപ്പോൾ എരുമേലി ബൈപ്പാസ്സായിട്ട് പുതിയൊരു BMBC റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എരുമേലി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് പൊരിയമ്മല കരിമ്പുംതോട് വഴി വീണ്ടും NH ചെന്ന് ചേരും. NH ചെന്ന് ചേർന്ന് അപ്പോൾ ഒരു 3-4 കിലോമീറ്ററല്ലേ ഉള്ളൂ സുജിമോളെ, 3-4 കിലോമീറ്ററേ ഉള്ളൂ. അവിടെയെല്ലാം ഉൾമേഖലയാണ്. എരുമേലി പൊരിയന്മല കരിമ്പുംതോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റാന്നിക്കോ അടൂർക്കോ പത്തനംതിട്ടയ്ക്കോ പുനലൂരിനോ തിരുവനന്തപുരത്തിനോ ഇങ്ങോട്ട് വേണേലും പോവാം. അപ്പോൾ ഒരു റൂട്ട് അത്. വേറൊന്ന് പേരൂത്തോട് ഇരുമ്പൂന്നിക്കര തുമരമ്പാറ എലിവാലിക്കര വഴി അല്ലേ, എലിവാലിക്കര വഴി. ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് 69 വാഹനങ്ങൾ 55 ഷെഡ്യൂളിലായിട്ട് 69 KSRTC വണ്ടി ഉള്ള വാഹനങ്ങളുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഡിപ്പോ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയ KSRTC ഡിപ്പോയായിരുന്നു. ഇപ്പം നമുക്കതിൽ 36 ഷെഡ്യൂളിൻ്റെ ആയിട്ട് 43 വാഹനങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും അത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞവരെല്ലാവരും ഈരാറ്റുപേട്ട കൂട്ടിയുള്ള വാഹനങ്ങളുടെയാണ് പറഞ്ഞത്. നമ്മുടെ നഗരസഭയിൽ നമുക്കിപ്പം രണ്ട് റൂട്ടും കൂടെ അനിവാര്യമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈരാറ്റുപേട്ട നടയ്ക്കൽ കുട്ടുവാപ്പള്ളി നെല്ലിക്കച്ചാൽ പനച്ചിപ്പാറ വഴി വീണ്ടും ഈരാറ്റുപേട്ട വഴി വന്നു പോകുന്ന രീതിയിൽ ഒരു വാഹനവും ഒരു സർവീസും, കൂടാതെ നമുക്കിപ്പോൾ ടെക്നിക്കൽ സ്കൂളിലൂടെ വരുവാണല്ലോ നമ്മുടെ തേവരുപാറയിലേക്കുള്ള ആനയിളപ്പിൽ. അപ്പം ഈരാറ്റുപേട്ട തേവരുപാറ ഞണ്ടുകല്ല് വഴി നമ്മുടെ കളത്തൂക്കടവിൽ ഇറങ്ങത്തില്ല നിമിഷമാണേ, കളത്തൂക്കടവ് തൊടുപുഴ റൂട്ട്. അപ്പോൾ ആ 2 റൂട്ടും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ ഗൈഡൻസിലെ കുഴിവേലി റോഡ്, കുഴിവേലി വഴി വീണ്ടും നമ്മുടെ ഗൈഡൻസ് നടക്കൽ കുഴിവേലി പൂഞ്ഞാറ് ആ റൂട്ടില്ല, ഈ 3 റൂട്ട്. ഓക്കെ. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞ പ്രധാനമായും 3 റൂട്ടാണ്. ഒന്ന് ഈരാറ്റുപേട്ട നടക്കൽ കൊട്ടുകാപ്പള്ളി വഴിയുള്ള റൂട്ട്, പിന്നെ ആനയിളപ്പിൽ നിന്ന് തേവരുപാറ വഴി. ആനയിളപ്പ് എന്ന് പറയുന്നത് വാഗമൺ റോഡിലാണ്, ഈരാറ്റുപേട്ട വാഗമൺ റോഡ് തീക്കോയ്ക്ക് ഇപ്പുറമുള്ള ജംഗ്ഷനാണ്. ആനയിളപ്പിൽ നിന്ന് തേവരുപാറ ഞണ്ടുകല്ല് വഴി കളത്തൂക്കടവിൽ ഇറങ്ങിയാൽ തൊടുപുഴ റൂട്ടിൽ ഇറങ്ങും. അത് കഴിഞ്ഞാൽ അതിലെങ്ങോട്ട് വേണേലും പോകാം, മെയിൻ റൂട്ടാണ്. അത് ഉൾമേഖലയാണ് തന്നെയല്ല. ആനയിളപ്പ് തേവരുപാറ റൂട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളതാണ്, വണ്ടി ഇല്ലാത്തതുമാണ്. ഇപ്പം ഡാനിഷ് പറഞ്ഞപ്പോൾ അത് ഓർത്തത്. അതായത് കടുവാമൊഴിയുന്ന തലപ്പലത്തിന് ഇഞ്ചോലിക്കടവ് സബ്സ്റ്റേഷൻ വഴി തലപ്പലം, കടുവാമൊഴിയുന്ന തലപ്പലം ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അതേതായ നിലയ്ക്ക് വകുപ്പിൻ്റെ ഒരു പരിശോധനയും കൂടെ നടത്തണം. വകുപ്പിൻ്റെ ആയ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ജനപ്രതിനിധികളുമായിട്ട് അന്തിമമായിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഫീസിബിൾ ആയിട്ടുള്ള റൂട്ടുകൾ മാത്രമായിരിക്കണം എടുക്കുന്നത്. ഇനി ഏത് പഞ്ചായത്താണ്? പൂഞ്ഞാർ ലാസ്റ്റ് പറയാം. സാർ, പൂഞ്ഞാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു റൂട്ട് നിർദ്ദേശിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കുന്ന ചേർനാട് ഭാഗത്തുള്ള ആൾക്കാരാണ്. അവിടുന്ന് 3 മെമ്പർമാരും ഈ ഒരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചേർനാട്ടെ ഒരു മെമ്പർ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ റൂട്ടിനെ സംബന്ധിച്ച് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലായിൽ നിന്ന് മുണ്ടക്കയത്തിനുള്ളൊരു വണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാല ഈരാറ്റുപേട്ട ബേൽഗാണാമ്പാറ രക്ഷാഭവൻ NES കോളേജ് ഇലിഞ്ഞിത്താനം മാളിക പാറത്തോട് വഴി മുണ്ടക്കയം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം NES കോളേജിൻ്റെ അല്ലേ, അതാ തിടനാടില്ല ബേൽഗാണാമ്പാറന്ന് മെമ്പറേറ്റ് എന്ന് പറഞ്ഞു.
വലിയണാമ്പാറ രക്ഷാഭവൻ MES കോളേജ്, ഇലഞ്ഞിത്താനം, മാളിക, പാറത്തോട്, മുണ്ടക്കയം. മകൻ. കാരണം അത് എന്നിട്ട് മെമ്പർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 മുണ്ടക്കയത്ത് എത്തുന്ന രീതിയിൽ അവിടെ എത്തി തിരിച്ചു പോവുകയാണെങ്കിൽ പിള്ളേർക്കെല്ലാം ഒത്തിരി സൗകര്യമായിരുന്നു. കാരണം ചേന്നാട് ഒരു നിർദ്ദേശം അതാണ്. പിന്നെ രണ്ടാമത് മെമ്പർ എഴുതി ഈരാറ്റുപേട്ട, ചേന്നാട്, മാളിക, ഈരാറ്റുപേട്ടയിൽ നിന്ന് അങ്ങനല്ലേ? കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേന്നാടിനുണ്ടായിരുന്ന വണ്ടി എല്ലാം നിർത്തിപ്പോയിട്ട് വർഷങ്ങളായി. അപ്പം അതിന് ശേഷം സാറിനെ 1-2 തവണ ഷാൻഡി മെമ്പറൊക്കെ പോയി കണ്ടതല്ലേ, സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും ഇതുവരെ ഒരു നടപടി ആയില്ല, അതുപോലെ വിഷമിക്കുന്നു. അത് തന്നെയല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേന്നാടുള്ള ഗ്രാമസഭയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 4 വാർഡിലെ ഗ്രാമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന ഒരു വിഷയമാണ് ഈ വണ്ടിയുടെ വിഷയം. അത് ഒരു ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവരെ സംബന്ധിച്ച്. പിന്നെ ഞങ്ങൾക്ക് അല്ലാണ്ട് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്, പനച്ചിപ്പാറയിൽ നിന്ന് ആരംഭിക്കുന്ന പൂഞ്ഞാർ മുണ്ടക്കയം റോഡിലേക്ക് ചേരുന്ന മണിയങ്കുന്ന് വഴി ഒരു സർവീസ് 1976 ഉണ്ടായിരുന്നവർ. ഇന്നത്തെ ഗതാഗത വകുപ്പ് എന്നിട്ട് പിതാവ് വടതൊക്കെ ചെന്നായിരുന്നു. ഏതെങ്കിലും ഒരു മുണ്ടക്കയം സർവീസ് മണിയങ്കുന്ന് വഴി കൊടുക്കണമെന്ന്. കാരണം മണിയങ്കുന്നിനെ സംബന്ധിച്ച് ആ പനച്ചിപ്പാറ മുതൽ 8, 9, 2 വാർഡ് കവർ ചെയ്ത് പോകുന്നു. പിന്നെ മെയിൻ റോഡിലേക്ക് നിന്ന് പൂഞ്ഞാർ മുണ്ടക്കയം റോഡിലേക്ക് ചേരുന്നു. പിന്നെ ആ സൈഡിലാണ് മണിയങ്കുന്ന് പള്ളി മഠം ഉള്ളത്. അപ്പോൾ ആ മഠത്തെ സംബന്ധിച്ച് പറയുമ്പം നമ്മുടെ മഠത്തിലെ അംഗമായിരുന്ന കുളയത്താറിന് സാറിന് അറിയാമല്ലോ, വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കൊക്കെ ആയപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ വന്നു പോകുന്നു. അത് തീർച്ചയായിട്ടും ഭാവിയിൽ എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുമെന്ന് പറയുന്നത്. അപ്പം അത്രയും പ്രാധാന്യമുള്ള സ്ഥലത്തോട് ഒരു വണ്ടി പോലും ഓടുന്നില്ല. അതിന് പറയുന്ന കാര്യം നഷ്ടമാകൊണ്ടാണ് അന്ന് സർവീസ് നിർത്തുന്നത്. അവിടെ ഒത്തിരിയേറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സർവീസ് ആരംഭിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ ഒത്തിരി നന്നായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മുടെ ഈ ജോയി താമസിക്കുന്ന കൊച്ചുവെട്ടിപ്പിടുക എന്താ പറയുക, പുളിക്കപ്പാലം വഴി വാഴേക്കാട് ചേന്നാട്, അതും ഒരു ബസ്സില്ലാത്ത റൂട്ടാണ്. അത് ഒരു ബസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ 2020 കൊറോണയോടുകൂടി ആ സർവീസ് നിർത്തിപ്പോയി. അത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നാണ് ജോയി പറയുന്നത്, എനിക്കറിയത്തില്ല അതേക്കുറിച്ച്. ഏതായാലും അങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നു, ആ സർവീസ് പുനരാരംഭിക്കാനുള്ളൊരു നടപടിയും ഉണ്ടാവണം. പിന്നെ ഇതാണ് പൂഞ്ഞാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ 2 മണിയങ്കുന്ന് വാഴക്കാട് റോഡ്, പിന്നെ ചേന്നാട്ട്. പ്രധാനമായും 3 റൂട്ടാണ് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മാളികയ്ക്ക്, അതോടെ എഴുതി വെച്ചോ. വൈകിട്ട് 5 മണിയോടുകൂടി ഈരാറ്റുപേട്ടയിൽ നിന്ന് പുറപ്പെടുന്ന മാളികയ്ക്കൊരു വാഹനം കൂടി. അപ്പോൾ ഒരു പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നും വെയിലുകാണാമ്പാറ വന്ന് വെട്ടിക്കുളം വഴി എലഞ്ഞിത്താനം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുകൂടി കയറി മാളിക വഴി, ചേന്നാട് മാളിക വഴി, പാറത്തോട്, ചേന്നാട് പോകല, മാളിക വഴി പാറത്തോട് മുണ്ടക്കയം, അതൊരു റൂട്ട്. നോട്ട് ചെയ്തല്ലോ അല്ല, എഴുതിയിട്ടില്ലേ? മറ്റൊരെണ്ണം പറഞ്ഞത് പനച്ചിപ്പാറയിൽ നിന്ന് കൊച്ചുവീട്ടി പീടിക പുളിക്കപ്പാലം വഴി വാഴേക്കാട് വഴി ചേന്നാട്. അത് മുമ്പേ പറഞ്ഞു, ഈരാറ്റുപേട്ടയുടെ കൂടെ പറഞ്ഞു. പനച്ചിപ്പാറയിൽ നിന്ന് പുളിക്കപ്പാലം, കൊച്ചുവീട്ടി പീടിക, വാഴേക്കാട് ചേന്നാട്, അതൊക്കെ ഉൾമേഖലകളാണ്, ഒരു റൂട്ട്. വേറൊരെണ്ണം പറഞ്ഞത് പനച്ചിപ്പാറയിൽ നിന്ന് മണിയങ്കുളം വഴി വളതൂക്ക്. അത് ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കയം ഈരാറ്റുപേട്ട പൂഞ്ഞാർ റോഡിൻ്റെ ഒരു പാരലൽ റോഡാണ്. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 2 കിലോമീറ്റർ ഒന്ന് ഡീവിയേറ്റ് ചെയ്താൽ മതി. ഒരു ബൈപ്പാസ്സാണത്. പക്ഷേ വണ്ടി മുഴുവൻ നേരെയുള്ള മെയിൻ, അതും PWD റോഡ് തന്നെയാണ്, മെയിൻ റോഡേ ആവണം. ഏതെങ്കിലും 1-2 നിലവിലുള്ള റൂട്ടുകൾ ഒന്ന് ഡീവിയേഷൻ എടുത്താൽ മണിയങ്കുളം വഴി ഇപ്പോൾ ഒരു ബസ് പോലും ഇല്ല. മണിയങ്കുന്ന് ദൂരം കൂടുതലില്ലല്ലോ, ദൂരം ഒരുപോലെ, ഒരേ ദൂരമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ 1-2 വണ്ടിക്ക് ഡീവിയേഷൻ കൊടുത്താൽ മതി. മുണ്ടക്കയം പൂഞ്ഞാർ റൂട്ടിലല്ല, മുണ്ടക്കയം ഈരാറ്റുപേട്ട റൂട്ടിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ബസ്സിന് പനച്ചിപ്പാറയിൽ നിന്ന് വളതൂക്ക് വരെ ഡീവിയേഷൻ, മണിയങ്കുന്ന് വഴി. പ്രധാനപ്പെട്ട 2 റൂട്ടുകളിലെ ഗതാഗത സൗകര്യത്തെ സംബന്ധിച്ച്
കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോട് സൂചിപ്പിച്ചു. ഒന്ന് ചോലത്തൻമ കാവാലി വഴി ഏന്തയാറിനുള്ള റൂട്ടും കൈപ്പള്ളി കളത്തുവ വഴി ഏന്തയാറിനുള്ള റൂട്ടും ഇവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് പാതാമ്പഴ എത്തി മന്നം ചോറ്റി വഴി ഉള്ള ഒരു പുതിയ സർവീസ് ആ പ്രദേശത്തെ ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്ത ഒന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് നടക്കൽ വഴി ആനിയളപ്പിലെത്തി വെട്ടിപ്പറമ്പ് വഴി പൂഞ്ഞാർ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു സർവീസ് നമ്മൾ അന്ന് ആലോചിച്ച ഒരു സർവീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ KSRTC ഏതാണ്ട് 5 വർഷക്കാലത്തിലധികം സർവീസ് നടത്തിയ ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് പൂഞ്ഞാറിലെത്തി നമ്മുടെ കുളത്തിങ്കൽ മാവടി സർവീസ്. അവിടെ ആ പ്രദേശത്തെ സംബന്ധിച്ച് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലും തീക്കോയി ഗ്രാമപഞ്ചായത്തിലെയും ഏതാണ്ട് 6 വാർഡുകളിലെ ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്ന് പുനരാരംഭിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് മതിയായ ഗതാഗത സംവിധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്ത മറ്റൊരു റൂട്ടാണ് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് പെരുങ്ങളത്തെത്തി ചട്ടമ്പി വഴി കൈപ്പള്ളിക്ക് ഉള്ള ഒരു റൂട്ടും നമ്മൾ നേരത്തെ പരിശോധിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോസലുമൊക്കെ ഈ ഗ്രാമവണ്ടിയായിട്ട് വന്നതാണെങ്കിലും അതും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത്തരം റൂട്ടുകളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് ആരംഭിച്ച നിലച്ചുപോയ സർവീസുകൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ സർവീസ് നിലച്ചുപോയത് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച അടിവാരത്ത് നിന്ന് ആരംഭിക്കുന്ന ഏതാണ്ട് 14ഓളം സർവീസുകൾ, KSRTC-യുടെ മാത്രം 14ഓളം സർവീസുകളാണ് ഈ 3 വർഷക്കാലത്തിനിടയിൽ നിലച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അടിവാരം പ്രദേശത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ ഏതാണ്ട് 7:00 മാത്രമാണ് അടിവാരം പ്രദേശത്തേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു വാഹനമുള്ളത്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ കൃഷിഭൂമിയിലോ മറ്റു ജോലികളുമൊക്കെ ആയി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെത്തണമെങ്കിൽ 8 മണിക്ക് ശേഷം മാത്രമാണ് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇപ്പം രാവിലെ ഈ ഒരു 6 മണിയോടുകൂടി എങ്കിലും ഒരു സർവീസ് ഈരാറ്റുപേട്ടയിൽ നിന്ന് അടിവാരം പ്രദേശത്തേക്കുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് രാവിലെ എത്തിച്ചേരാനുള്ള ആളുകളെ സംബന്ധിച്ച് അത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സർവീസാണ്. പിന്നെ ഇപ്പം ഒരുപക്ഷെ ഈ ചോലത്തരം പ്രദേശത്ത് രാവിലെ കുട്ടികളെ സംബന്ധിച്ച് അവിടെ രാവിലെ വരുന്ന കുട്ടികൾ വളരെ കുത്തിനിറച്ച്, എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ ആ ചോലത്തരത്തുനിന്ന് ഇറങ്ങി വരുന്ന ബസ് നിറഞ്ഞുള്ള ആ കുട്ടികൾ ഉൾപ്പെടെയുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു യാത്രയാണ് ആ സമയത്ത് അവിടെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ആ വലിയ ലോഡ് വഹിച്ചുള്ള യാത്ര പരിഹരിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് ഒരു ബസ് ആ പ്രദേശത്ത് അഡീഷണൽ ആയിട്ട് വന്നാൽ അതും ഏറെ ഉപകാരപ്പെടുന്ന സർവീസാണ്. ഇത്രയും കാര്യങ്ങളാണ് പൂഞ്ഞാർ തെക്കേക്കരയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെമ്പർമാരുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര ടൗണിൽ നിന്നും 6 ബസ്സുകൾ സ്റ്റേ ഉണ്ടായിരുന്നതാണ്. മലബാർ സൈഡിലേക്കുള്ള രാജഗിരി ബസ് ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ഉൾപ്പെടെ 6 ബസ്സുകൾ സ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഒരു ബസ് പോലും സ്റ്റേ ഇല്ല എന്ന് മാത്രമല്ല 7:30 പാലായിൽ നിന്നും അവസാന ബസ് പുറപ്പെട്ടാൽ പിന്നീട് പൂഞ്ഞാറിലേക്ക് യാതൊരു ബസ് സൗകര്യമില്ല. ഈരാറ്റുപേട്ടയിൽ നിന്ന് 8 മണിക്ക് ശേഷം യാതൊരു തരത്തിലുള്ള പ്രൈവറ്റ് ബസ്സോ KSRTC ബസ് സൗകര്യമോ ഇല്ല. ഇന്ന് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ ആശ്രയിക്കേണ്ട ഇതായത് വന്നിരിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൂഞ്ഞാറിൽ IHRD എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ പോളിടെക്നിക് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികളാണ് അവിടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വരുന്നത്. അവരുടെ മാതാപിതാക്കളൊക്കെ അവരുടെ കോളേജുകളിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അതുപോലെ രാവിലെ 5:30 ഈരാറ്റുപേട്ടയിൽ നിന്നും വന്ന് കുന്നോന്നിയിൽ പോയി മടങ്ങി വരുന്നൊരു KSRTC തിരുവനന്തപുരം ബസ്സാണ് ഏക ആശ്രയം രാവിലെ ഉള്ളത്. അത് ഏതെങ്കിലും കാരണവശാൽ മുടങ്ങിയാൽ 6:30 മണിക്ക് ശേഷമേ പൂഞ്ഞാറിൽ നിന്നും ഏതെങ്കിലും ഭാഗത്തേക്ക് ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. മറ്റ് യാതൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിയ അടിവാരം വണ്ടി 9:15 പാലായിൽ നിന്ന് ആരംഭിച്ച് 10 മണിക്ക് പൂഞ്ഞാറിലെത്തി 10:15 സർവീസ് നിർത്തിയിരുന്ന അടിവാരത്തെ സ്റ്റേ ചെയ്യുന്ന വണ്ടിയാണ്. അത് വളരെ പ്രയോജനപ്രദമായിരുന്നു. രാവിലെ 4:30 അടിവാരത്ത് നിന്ന് പുറപ്പെട്ട് പൂഞ്ഞാർ ടൗണിൽ 5 മണിക്ക് എത്തുമായിരുന്നു. തിരുവനന്തപുരത്തേക്കും മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകൾക്ക് ആ ബസ് വളരെ സൗകര്യപ്രദമായിരുന്നു. അതുകൊണ്ട് ആ ബസ് ഒന്ന് പുനരാരംഭിക്കുകയും അതുപോലെ രാവിലത്തെ 5:30 വണ്ടി അത് കൃത്യമായിട്ട് ഓടുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നാൽ വലിയ പ്രയോജനമായിരുന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. തീക്കോയി പ്രസിഡന്റിന് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് വരാൻ പറ്റാതെ വന്നത്. അവിടെ നല്ല നിർദ്ദേശങ്ങൾ. ഈരാറ്റുപേട്ടയിൽ നിന്നും വൈകുന്നേരം 7:05 ഉള്ള KSRTC പുള്ളിക്കാനം ബസ് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ തീക്കോയി വാഗമൺ മേഖലയ്ക്ക് സർവീസുകളൊന്നും തന്നെയില്ല.
ആയതിനാൽ അത് പരിഹരിക്കുന്നതിനായി ഈരാറ്റുപേട്ടയിൽ നിന്നും 8:10 PM ഉണ്ടായിരുന്ന KSRTC കോലാഹലമേട് ബസ് സർവീസ് പുനരാരംഭിക്കണം. പിന്നെ രാവിലെ വാഗമൺ മേഖലയിൽ നിന്നും ഈരാറ്റുപേട്ട പാലാദേശത്തേക്ക് ബസ് സർവീസുകൾ ഒന്നുമില്ലാത്തതിനാൽ വാഗമണ്ണിൽ നിന്നും 5:30 AM ഈരാറ്റുപേട്ട പാലാ കോട്ടയം ബസ് സർവീസ് പുതിയതായിട്ട് ആരംഭിക്കണം. ഈരാറ്റുപേട്ട ആനയിളപ്പ് വെട്ടിപ്പറമ്പ് പൂഞ്ഞാർ അടിവാരം വഴി ഉണ്ടായിരുന്ന KSRTC ബസ് പുനരാരംഭിക്കണം. പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ണിൽ നിന്ന് തീക്കോയ് വഴി കൂടുതൽ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവിലെ നമുക്കറിയാം കട്ടപ്പനയിൽ നിന്നൊക്കെ വരുന്ന ദീർഘദൂര ആൾക്കാർ ഒത്തിരി ഉണ്ട്. കോട്ടയം പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ, അല്ലാതെ ജോലിക്കാരായിട്ടുള്ളവർ, അവർക്കൊക്കെ രാവിലെ ഒരു ബസ് ഉണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് വളരെ കഷ്ടപ്പാടുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലുള്ള ബസ്സുകൾ ഏറ്റവും ലാസ്റ്റ് വണ്ടികൾ ഇല്ലാതെ വരുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെയുള്ളവർക്കുണ്ട്. എന്നുവെച്ചാൽ ജോലി സ്ഥലത്തുനിന്ന് പോകുന്നവരും വരുന്നവരും ഉണ്ട്. അവർക്ക് രാത്രികാലങ്ങളിൽ വാഗമണിൽ ഒത്തിരി പേര് നോക്കി നിന്ന് ചിലപ്പം ചില ലാസ്റ്റ് ബസ് ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ നിർത്താതെ ഓടണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് തീക്കോയിൽ നിന്ന് വന്നിട്ടുണ്ട് ആൾക്കാർ, അവരുടെ നിവേദനമായിട്ട് അവർക്ക് പറയാനുള്ളതും കൂടെ. MLA സാറേ, ഞങ്ങൾ തീക്കോയി ഗ്രാമപഞ്ചായത്ത് 3-4 വാർഡുകളിൽ ഞങ്ങൾക്കിപ്പം ബസ് സർവീസ് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരത്തെ ഒരു സർവീസും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് ഇടക്കാലം കൊണ്ട് നിന്ന് പോയതാണ്. ആ സർവീസും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇപ്പോൾ 5 മണി സമയത്ത് ഇവിടുന്ന് പാലായിൽ നിന്ന് മംഗളഗിരി, അതെ, അതുപോലെ മാർമല നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ഭാഗത്തേക്കും നമ്മുടെ വണ്ടികളില്ല. ഒറ്റയേറ്റി ഭാഗത്തേക്കും നമ്മുടെ ആ മംഗളഗിരി ഭാഗത്തുകൂടി വണ്ടികളൊന്നും തന്നെ ഓടുന്നില്ല. അപ്പോൾ ഒരു ബസ്സിനെ ആശ്രയിച്ച് മാത്രം ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന 5 മണിക്കൊക്കെ സ്കൂൾ കുട്ടികൾ, കോളേജ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഒക്കെ മംഗളഗിരിയിൽ എത്താൻ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് 1-2 കാര്യം മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബസ് ഇടുന്നതിനെ പറ്റി എല്ലാവരും കറക്റ്റായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ അനാവശ്യമായ ബസ് ഇടുന്നതിനെ പറ്റി എനിക്കൊരു താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ പ്രൈവറ്റ് ബസ് അൽഫോൺസ ബസ് വർഷങ്ങളായിട്ട് നമ്മുടെ നെടുങ്കണ്ടത്തു നിന്നും മെഡിക്കൽ കോളേജ് പോകുന്ന വണ്ടിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് ഒരു നമ്മുടെ KSRTC ഫാസ്റ്റ് വണ്ടി, അത് ഒരു കാരണവുമില്ല, വണ്ടിയിലൊരു മനുഷ്യൻ പോലുമില്ല, ഒരു കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ ബസ് യാത്ര ചെയ്യുന്നുള്ളൂ. എന്നുവെച്ചാൽ അൽഫോൺസ ബസ് പോകുന്നതിന് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് ആ വണ്ടി വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവരുടെ ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തിനു ഓടുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം അതെച്ചാൽ വളരെ നമുക്ക് വളരെ വിഷമം. വെച്ചാൽ ഒരാളും ഇല്ലാതെ വണ്ടി പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് അറിയില്ല. ആ ബസ്സും KSRTC എല്ലാം കൂടെ പ്രൈവറ്റ് ബസ് നിർത്തലാക്കാനാണോ എന്ന് അറിയത്തില്ല. അതിന് തൊട്ട് മുമ്പ് ഒരു മുബാറക്ക് ബസ് ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയതാണ്. അതും തൊട്ടടുത്ത് KSRTC കയറ്റിയിട്ട് 2 വണ്ടിക്ക് ആളില്ല, അപ്പം ഒരു വണ്ടി നിർത്തി. ഇങ്ങനെയാണ് ഈ നമ്മുടെ ബസ്സുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ വൈകുന്നേരത്തെ സ്റ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. കോലാഹലമേട് സ്റ്റേ വണ്ടിയാണ്. വൈകുന്നേരം 8:05-നോ 8:15-നോ ഈരാറ്റുപേട്ട നിൽക്കുന്ന വണ്ടി 9:15 ആകുമ്പോൾ കോലാഹലമേട് എന്ന് രാവിലെ 6 മണിക്ക് അവിടുന്ന് കോലാഹലമേട് നിന്നെടുത്ത് ഈരാറ്റുപേട്ട വരുന്ന വണ്ടി. ആ വണ്ടി വളരെ പ്രയോജനകരമായ വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ വൈകുന്നേരം തടിപ്പണിക്കാരാണ് കൂടുതൽ അവിടെ. അവർക്ക് വൈകുന്നേരം വീട്ടിൽ പോകാനും അതുപോലെ തന്നെ തിരിച്ച് രാവിലെ പണിക്ക് പോകാനും ഏക ആശ്രയിക്കുന്ന ഒരു വണ്ടിയായിരുന്നു രാവിലെ ഉള്ളത്. ആ വണ്ടി ഒന്ന് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ബാക്കി പിന്നെ എനിക്കൊരു ഈ ഒരു അവസരം പറയാൻ പറ്റുന്നില്ല, എന്നാലും ഒരു കാര്യം പറയുക. ഇപ്പം MLA ഉണ്ട്, ATA ഉണ്ട്, RTO എല്ലാവരും ഉണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വെള്ളുവണം സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ 4 പേര് കല്ലത്ത് താമസിക്കുന്നവരാണ്. കുട്ടികളാണ്, വനിതകളാണ്. അപ്പം ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് 5 മണി 4:15 വണ്ടി കയറി 5:15 വീട്ടിൽ നമ്മുടെ കല്ലത്ത് വന്നിറങ്ങി പോകുന്ന സമയമാണ്. അപ്പം അവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കല്ലത്താണ് ബസ് സ്റ്റോപ്പ്. അതിൻ്റെ ഒരു 1.25 കിലോമീറ്റർ 2 കിലോമീറ്റർ മുകളിലാണ് അവരുടെ വീട്. ഈ ബസ്സിന് താഴെ പോയി ഇറങ്ങിയിട്ട് അവർ നടന്ന് മുകളിട്ട് കയറി വരണം. അപ്പം ചില KSRTC ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറുമാരും അവർ വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട്. അവർ പറഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വണ്ടി അവിടെ കൊടുത്ത് പിള്ളേരല്ലേ രാത്രിയല്ലേ മഴയല്ലേ അവിടെ ഇറങ്ങിക്കോട്ടെ നിർത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഏതോ ഒരു ഡ്രൈവറോ കണ്ടക്ടറോ നിർത്തി കൊടുത്തില്ല. നിങ്ങൾ താഴെ പോയിട്ട് നടന്ന് തിരിച്ച് കയറി വന്നാൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് മര്യാദ കാണിക്കുന്നത് അറിയത്തില്ല. അവർ ഞങ്ങൾക്ക് സ്റ്റോപ്പ് താഴെ ഉള്ളൂ, അവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നിയമം അനുസരിച്ച് നടത്താൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്താന്ന് തീരുന്ന വിഷയമുള്ളൂ. അപ്പം അത് അവർ പരാതിയായിട്ട് ഒന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായി പോയി അവർക്ക്. എന്ന് വെച്ചാൽ പിള്ളേരാണ് 4 പിള്ളേർ, ഇപ്പോഴും 2 പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സെയിം അവസ്ഥയാണ്. അവർ താഴെ പോയിട്ട് മഴയാണ് വെയിലാണ് 2 കിലോമീറ്റർ തിരിച്ച് ആ റോട്ടിൽ കൂടെ തന്നെ തിരിച്ച് നടന്നു പറഞ്ഞു.
നമ്മുടെ ഡേവിസിൻ്റെ അത് അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ അത് കല്ലത്താ ബസ് സ്റ്റോപ്പ്, നമ്മുടെ കല്ലത്താണ് മെയിൻ ബസ് സ്റ്റോപ്പ്. അവിടുന്ന് മുകളിലോട്ട് പാമ്പ്ലാനി നമ്മുടെ ആ വളവിൻ്റെ അവിടെ മുകളിൽ ഡേവിസിൻ്റെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വരെ നടന്നു പറഞ്ഞു. അതാണ് അവസ്ഥ. അതാ പിള്ളേ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും ഉള്ളതുകൊണ്ട് ഈ ഒരു അവസ്ഥയെ പറഞ്ഞാൽ അതിലൊരു നടപടി എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ബസ്സിൻ്റെ കാര്യം, അപ്പോൾ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമാണ്, ആ ബസ് അനാവശ്യമായി ഓടരുത്. ചുമ്മാ ഓടി വെറുതെ സർക്കാരിൻ്റെ പൈസ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു തീരുമാനം എടുത്തുവരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അത് വളരെ അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ടതും ഒരു 8 മണിക്കും ഒരു 9 മണി വരെയെങ്കിലും അങ്ങോട്ട് വാഹനത്തിനുള്ള രീതിയിൽ റൂട്ട് ക്രമീകരിക്കണം. പിന്നെ രാവിലെ ഇങ്ങോട്ട് വാഗമണ്ണിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് വന്നാലേ പാലായിക്കോ കോട്ടയത്തോ ഒക്കെ പോകാൻ പറ്റുള്ളൂ. രാവിലെയും വണ്ടികളില്ല. രാവിലെ എപ്പോഴാണ് തുടങ്ങുമെന്ന് പറഞ്ഞില്ലെങ്കിലും രാവിലെ വണ്ടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെ ഇങ്ങോട്ട് പേട്ടയ്ക്ക്, വൈകുന്നേരം പേട്ടയിൽ നിന്ന് അങ്ങോട്ട് അത് വയ്ക്കണം. പിന്നെ മംഗളഗിരി, ഒറ്റയിട്ടി, മാറുമല അരുവി, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ റോഡുള്ളതാണ്. മാറുമല അരുവിയിൽ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നതാണ്. അങ്ങോട്ട് നിലവിൽ ഒരു റൂട്ടും ഇല്ല, ഒരു ബസ്സും ഇല്ല. ഇപ്പോൾ നേരത്തെയൊക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്നുമില്ല. അപ്പം മംഗളഗിരി അത് ഇതിൻ്റെ പാരലൽ റോഡുകളാണ്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൻ്റെ സമാന്തര റോഡുകളാണ്. ആ റോഡുകൾ കൂടി എന്നിട്ട് ഈ റോഡിൽ തന്നെ ആരംഭിച്ച് ആ റോഡിൽ തന്നെ വേറെ സ്ഥലത്ത് പോയി കയറും. അങ്ങനെ ആ പാരലൽ റൂട്ടുകളിൽ കൂടി ചില വണ്ടികൾ ഡീവിയേറ്റ് ചെയ്ത് വിടണം. മംഗളഗിരി ഒറ്റയിട്ട് റൂട്ടിലും അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് മാറുമല അരുവി റൂട്ടിലുമൊക്കെ അതുകൂടി പരിഗണിക്കണം. പിന്നെ പഞ്ചായത്ത് മെമ്പർ രതീഷ് പറഞ്ഞത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. അത് KSRTC അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ തൊട്ട് മുന്നിൽ KSRTC ഓടിച്ചുകൊണ്ട് രണ്ടും ഇല്ലെന്നാക്കുന്ന സമീപനമുണ്ട് എന്നാണ് ഇപ്പോൾ രതീഷ് പറഞ്ഞത്. അങ്ങനെ അനാവശ്യമായി ഓടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ ഒരു അനാവശ്യമായ കിടമത്സരം ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഇതെല്ലാം. പിന്നെ സ്വകാര്യ ബസ്സുകൾ നിലനിന്ന് പോകണം. കാരണം KSRTC ഇല്ലാത്ത പലത്തും അവരാണ് പോകുന്നത്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ ഏതോ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 2 കിലോമീറ്റർ ബസ് സ്റ്റോപ്പില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ 2 കിലോമീറ്റർ താഴെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പെൺകുട്ടികൾ നനഞ്ഞും വൈകുന്നേരവും നടന്നു പോകേണ്ട സ്ഥിതിയുണ്ട്. അതൊരു ഒന്നുകിൽ അവിടെ സ്റ്റോപ്പ് അനുവദിക്കാൻ, അതൊന്ന് എഴുതിത്താം, അവിടെ സ്റ്റോപ്പ് അനുവദിക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് അനുവദിക്കാൻ തന്നെ നടപടി ഇപ്പോൾ RTO ഒക്കെ ഉണ്ട്, അനുവദിക്കാൻ നടപടി സ്വീകരിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക കേസിൽ ആ കുട്ടികൾക്ക് അവിടെ നിർത്തി കൊടുക്കാനായിട്ട് അത് ഏത് KSRTC ചുമതലക്കാരാണെങ്കിലും അത് പറഞ്ഞാൽ അത് നിർദ്ദേശം കൊടുക്കാം കേട്ടോ. ATO യെസ്. അത്രയും കാര്യങ്ങളാണ്. തീക്കോയുടെ കഴിഞ്ഞ ഇനി ലാസ്റ്റ് പഞ്ചായത്ത്. നമസ്കാരം. ഞങ്ങൾക്ക് ഒത്തിരി റൂട്ടുകളാണ് വേണ്ടത്. ഈരാറ്റുപേട്ട, ചെമ്മലമറ്റം, വാര്യാനിക്കാട്, പഴുമല വഴി മുണ്ടക്കയം, ഈരാറ്റുപേട്ട, പിണ്ണാക്കിനാട്, ചേറ്റത്തോട്, പാറത്തോട് വഴി മുണ്ടക്കയം, പാല, കണ്ണങ്ങാനം, പൂവത്തോട്, തിടനാട്, പിണ്ണാക്കിനാട്, ചേറ്റുതോട്, പാറത്തോട് വഴി മുണ്ടക്കയം, പിണ്ണാക്കിനാട്, വാര്യാനിക്കാട്, പഴുമല വഴി പാറത്തോട്, മുണ്ടക്കയം. പിന്നെയുണ്ട് പണ്ണങ്ങാനം, പൂവത്തോട്, മൂന്നാംതോട്, തിടനാട്. പുതിയ റൂട്ട് വേണമെന്നാണ്. അടുത്തത് ഈരാറ്റുപേട്ട, പൂവത്തോട്, പണ്ണങ്ങാനം, ഈരാറ്റുപേട്ട, അമ്പാറനിരപ്പൽ, വട്ടോളിക്കടവ്, പണ്ണങ്ങാനം, ഈരാറ്റുപേട്ട, തിടനാട്, പൂവത്തോട്, ഓശാന, പണ്ണങ്ങാനം, പാല. 3 ബസ്സും രാവിലെ കോട്ടയം പോകുന്ന വണ്ടിയാണ്. തിരിച്ച് വൈകിട്ട് 7-7:30 തിരിച്ച് വരുന്നതുമാണ്. ഒരു ബസ് മാത്രം പൂഞ്ഞാറ് കുന്നുന്നി പോകുന്ന ഒറ്റ വണ്ടി മാത്രം 4 ട്രിപ്പുണ്ട്. അതിനകത്തിപ്പം രാവിലെ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് ബസ്സില്ല. രാവിലെ 8:45 ഈരാറ്റുപേട്ടയ്ക്ക് ബസ്സുള്ളൂ. അതുപോലെ തന്നെ വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ നമുക്ക് പാല റൂട്ടിൽ പോകാൻ ഒരു രക്ഷയില്ല. അപ്പം അത് നേരത്തെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നത്, ചങ്ങനാശ്ശേരി പാല പോകുന്ന ഒരു ആശുപത്രി ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നുപോയി. അപ്പോൾ ഈ 3 മണി കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം, ജോലിക്കാർ വരുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു ബസ്, പാലാ പോകുന്ന ഏതെങ്കിലും ഒരു ബസ് നമുക്ക് ആ റൂട്ട് വിടുവാണെങ്കിൽ നന്നായിരുന്നു. ഇവിടെ മെമ്പർ സൂചിപ്പിച്ചത് ഈ അരുവിത്തറ ഭരണങ്ങാനം റൂട്ടുണ്ട്. ആ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ട്. പക്ഷെ അത് സമയം പുനഃക്രമീകരിച്ച് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സമയത്തേക്ക് വൈകുന്നേരവും രാവിലെയും കൂടുതൽ സർവീസുകൾ വേണമെന്നാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുഗതാഗതം സംരക്ഷിക്കുക, കൂടുതൽ ജനകീയമാക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച റോഡുകളിലൂടെയും നേരത്തെ ഉണ്ടായിരുന്നതിൽ തകർന്നു കിടന്ന റോഡുകൾ പുനർനിർമ്മിച്ചവയിലൂടെയും കൂടുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നമുക്ക് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ
നിലവിലെ സാഹചര്യത്തിൽ KSRTCക്കോ എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയ്ക്കോ ഈ പരസ്പരം മത്സരിക്കാനോ അടികൂടാനോ ഉള്ള ഒരു ആരോഗ്യം ഉള്ള ഒരു കാലഘട്ടമല്ല നിലവിലുള്ളത്. ഈ രണ്ട് മേഖലയും വളരെയധികം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രവർത്തന ചെലവ് പോലും കണ്ടെത്താൻ പലപ്പോഴും നമ്മുടെ KSRTC ബസ്സുകൾക്കോ കുറേയധികം പ്രൈവറ്റ് ബസ്സുകൾക്കോ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇതെല്ലാം ജനറൽ പബ്ലിക്കിൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ച് സമയം പുനഃക്രമീകരിച്ചും റൂട്ടുകൾ പുനഃക്രമീകരിച്ചും ലാഭകരമായി ഓടാനാണ് നമ്മൾ KSRTC പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭത്തിൽ KSRTC സർവാത്മന സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു നിയോജക മണ്ഡലത്തിലെ നമ്മുടെ റൂട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 100ഓളം റൂട്ടുകളെങ്കിലും ഇവിടെ നമ്മൾ വിവിധ പഞ്ചായത്തുകളിലായിട്ട് പരാമർശിക്കുകയുണ്ടായി. ഇത് മൊത്തം കൂടി നമുക്ക് കാറ്റർ ചെയ്യാനുള്ള വിഭവശേഷിയോ അതല്ലെങ്കിൽ മാനുഷിക ശേഷിയോ ഒന്നും KSRTCയെ കൊണ്ട് മാത്രമായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ മെയിൻ റൂട്ടുകളിലേക്ക് KSRTC നിലവിൽ കൈകാര്യം ചെയ്യുന്ന മെയിൻ റൂട്ടുകൾ സംരക്ഷിക്കുക, ആ റൂട്ടുകളിലേക്ക് എത്തുന്ന ചെറിയ വാഹനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആ റൂട്ടിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്ന് അത് സ്വകാര്യ മേഖലയായാലും സർക്കാർ മേഖലയിലായാലും അത് ചെയ്യുന്ന ഒരു നയമാണ് ഗവൺമെൻറ് പിന്തുടരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും KSRTC അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും KSRTC നടപ്പിലാക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കൂടാതെ 1-2 പരാമർശങ്ങളുണ്ടായത് ഈ ഒരു ബസ്സിന് മുമ്പായിട്ട് മറ്റൊരു ബസ് ഓടിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന് എഴുതി തരണം, ടൈം ഒന്ന് എഴുതി തരണം, ഏത് ഡിപ്പോയിലാണെന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ശരി തന്നെ, നമുക്കത് സീരിയസ് ആയിട്ട് പരിശോധിക്കാം. പിന്നെ 1-2 സമയമാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു, അതും അതിൻ്റെ പ്രായോഗികത ഒരു 4:45 അയക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രായോഗികത പരിശോധിക്കാം. ഈ ഓരോ സമയത്തും ബഹുമാനപ്പെട്ട MLA നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ ചെറിയ സമയ വ്യത്യാസം വരുത്താൻ നമ്മുടെ ഡിപ്പോ ലെവലിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് നിൽക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഡിപ്പോ സന്ദർശിക്കാനായിട്ട് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈരാറ്റുപേട്ട ഡിപ്പോയുടെ, ഈ മണ്ഡലത്തിലുള്ള ഈരാറ്റുപേട്ട ഡിപ്പോയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ KSRTCയിലെ ജീവനക്കാരും KSRTC മാനേജ്മെൻറ്റും സർക്കാരിന് ഒപ്പമുണ്ട്, MLAക്ക് ഒപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആവിഷ്കരിക്കുന്ന പുതിയ സംരംഭത്തിൻ്റെ ഒരു ജനകീയ സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിവിധ പഞ്ചായത്തിൽ നിന്നും പ്രധാനമായിട്ട് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാല ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളെ പറ്റിയാണ് ഇവരെ പരാമർശിക്കുകയുണ്ടായത്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട MLAയുടെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കാഞ്ഞിരപ്പള്ളി വഴിക്കും പാലാ വഴിക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ KSRTCയുടെ ദേശവൽക്കരണ നടപടിയാണ്. കോട്ടയം കട്ടപ്പന കാഞ്ഞിരപ്പള്ളി വഴിയും കോട്ടയം കട്ടപ്പന പാലാ വഴിയും ഓടുന്നത് കൊണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് 2-2.5 കിലോമീറ്റർ കൂടുതൽ അവരുടെ റൂട്ടുകളിൽ കയറി ഓടാൻ സാധിക്കുകയില്ല. ഇപ്പം നമ്മൾ ചോറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പാലത്തോട്ട് നിന്നോ ഈരാറ്റുപേട്ടയ്ക്കൊരു സർവീസ് അല്ലെങ്കിൽ പാലായ്ക്കൊരു സർവീസ് തുടങ്ങണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ പാലായിൽ നിന്നും നമ്മൾ മഹാറാണി തിയേറ്ററിൻ്റെ അവിടെ നിന്നും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വരെ പോകണമെങ്കിൽ ആ ഓടുന്ന റൂട്ടിലെന്ത് 40 കിലോമീറ്ററെങ്കിലും വേണം. 40 കിലോമീറ്ററിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ. ഇതാണ് ഇപ്പം നമ്മൾ മുണ്ടക്കയത്തിന് ഇപ്പം ചോറ്റിയിൽ നിന്നൊരു വണ്ടി പോകണമെങ്കിൽ KSRTCയുടെ നിയമം അനുസരിച്ച് ഓടാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുമ്പോൾ ഇടവഴിയിൽ നമ്മൾ വണ്ടി നിർത്തിയാൽ നമുക്ക് ഒരു വിധ രീതിയിലും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് KSRTC സംബന്ധിച്ച് അവരുടെ റൂട്ടുകൾ ഞങ്ങൾക്ക് കയ്യേറാൻ വേണ്ടിയുള്ള ഒരു അവകാശവാദമല്ല. ഇപ്പം പല സർവീസുകളും നിന്നു പോകാൻ കാരണം
ഇപ്പം പൂവത്തോട് വഴി പാലായിക്കുള്ള സർവീസ്, എറണാകുളം പൂവത്തോട് വഴി സർവീസ്, അത് 40 കിലോമീറ്റർ അകലിൽ നിന്ന് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 35 കിലോമീറ്റർ അകലിൽ നിന്ന് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് പാലായിക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായിട്ടൊരു വണ്ടി നമ്മളിപ്പം കൊട്ടാരമറ്റത്ത് പോകണം, അതാണ് പാലായിൽ. നേരത്തെ ടൗൺ ബസ് സ്റ്റാൻഡായിരുന്നു പാലായുടെ പോയിൻ്റ്, ഇപ്പോൾ അത് കൊട്ടാരമറ്റത്തേക്ക് മാറ്റി. ഇത് പ്രൈവറ്റ് ബസ് ഉടമകളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് പല സർവീസുകളും നിന്ന് പോകാനുള്ള കാരണം പെർമിറ്റ് സമയാസമയങ്ങൾ പുതുക്കി കിട്ടാറില്ല. അതിന് സത്യമായൊരു നടപടി ഉണ്ടാകണമെന്ന് ആദ്യമായി ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ തുടങ്ങാൻ പോകുന്ന സർവീസുകൾ, ചോളത്തരം വഴി സർവീസിനെ പറ്റി പറഞ്ഞു, പറത്താനം വഴി. ഈ 40 കിലോമീറ്റർ നാഷണലൈസേഷനിൽ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടക്കയത്ത് നിന്നും അല്ലെങ്കിൽ വിദൂരത്ത് നിന്നും ഒരു സർവീസ് പാലായിക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ മറവിൽ ഈ വണ്ടികളെല്ലാം പാലാ ഇരാറ്റുപേട്ട, അല്ല പാലാ പൂഞ്ഞാർ, അല്ല പാലാ കാഞ്ഞിരപ്പള്ളിയായിട്ട് സർവീസ് നടത്തുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും പുതുതായി അനുവദിക്കുന്ന സർവീസുകൾ പരിപൂർണമായിട്ടും ഫുൾ ട്രിപ്പെങ്കിലും ഓടുവാനുള്ള സംവിധാനത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഈ സർവീസുകൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സമയത്തിൽ എന്തെങ്കിലും പോരായികളോ അല്ലെങ്കിൽ സമയത്തെത്താൻ വരുന്നെങ്കിൽ 1-2 ട്രിപ്പുകൾ മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു സർവീസുകൾ അനുവദിച്ചു കൊണ്ടിരുന്നത്. സർവീസ് ഓടിയെത്താനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനോ ആയിട്ട് എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ച് സർവീസിന് കട്ട്രിപ്പായിട്ട് അനുവദിക്കാറുണ്ടായിരുന്നു. അത് അനുവദിക്കുവാണെങ്കിൽ 1-2 ട്രിപ്പ് അനുവദിച്ചില്ലെങ്കിൽ ഈ സർവീസുകൾ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പിന്നീട് ഇപ്പം നമ്മൾ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം വണ്ടികൾ വേണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയുണ്ടായി. നിങ്ങൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ സമീപ പ്രദേശത്തുള്ള നല്ല നല്ല നിലവാരമുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഇപ്പം ഈ സ്കൂളുകളിൽ ഒത്തിരി നിലവാരമുള്ള സ്കൂളുകളൊക്കെ സ്കൂൾ ബസ്സിലാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ടി ഒരു മാസം നമ്മൾ ചെലവഴിക്കുന്ന പണം എത്രയാണെന്ന് ഞാനിവിടെ പറയുന്നില്ല, എല്ലാവരും അനുഭവിക്കുന്നവരാണ്. സ്കൂൾ ബസ്സിൻ്റെ ഫീസ് അമിതമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിനെ ആശ്രയിക്കാതെ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം അവിടെ വാങ്ങുന്ന അമിതമായ ഫീസാണ്. മറുഭാഗത്ത് സ്വകാര്യ ബസ്സുകൾക്കും KSRTC ഉൾപ്പെടെ, കാരണം കൺസെഷനുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കൺസെഷനുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തുക, ഇന്ന് വിദ്യാർത്ഥികൾക്ക് മിനിമം 1 രൂപയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ സാംസ്കാരിക കേരളത്തിൽ ഇന്നുവരെയും ഒരു വ്യത്യാസവും വരാത്ത ഒരു ചാർജ് നിരക്കാണ് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ മന്ത്രി ആദ്യമായിട്ട് പറഞ്ഞു, പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ വേണ്ടി പുതിയ പുതിയ സംരംഭങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ സർവീസുകൾ അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ആവശ്യം നിറവേറണമെന്നുണ്ടെങ്കിൽ കാലോചിതമായ ചില പരിഷ്കാരങ്ങൾ ഇതിനെ വരുത്താതിരിക്കാൻ യാതൊരു ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇത് നീക്കുന്നത്. അതിലിപ്പം ഈ TOT വഴി ഒന്നെങ്കിൽ ഓടുന്ന സർവീസുകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടോ പുതിയ സർവീസുകൾക്ക് ദൂരത്തിലേക്ക്, കാരണം 40 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ടെങ്കിൽ ഒരു 2 ട്രിപ്പ് 3 ട്രിപ്പ്, കാരണം ജനത്തിന് ഉപകാരമുണ്ടെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ 40 കിലോമീറ്ററിൽ സർവീസ് ഇല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് പ്രായോഗികമായിട്ട് ഇങ്ങനെയുള്ള ചില നിയമവശങ്ങളും കൂടെ പരിഗണിച്ച് ഈ പൊതുഗതാഗതം മെച്ചപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പൊതുഗതാഗത രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പൊതുവാഹന സൗകര്യം ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് വാഹന സർവീസുകൾ പുതുതായി ആരംഭിക്കുന്നതിന് മുന്നോടിയായി റൂട്ടുകൾ ക്രമീകരിക്കുകയും അപ്രകാരം ക്രമീകരിക്കുന്ന റൂട്ടുകളിൽ പെർമിറ്റ്
അനുവദിക്കുകയും അങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളിലേക്ക് ഓടാൻ തയ്യാറായി ഒന്നുകിൽ KSRTCയോ അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളോ കടന്നു വരിക എന്ന ഉദ്ദേശത്തോടെ അവരെ അതിന് അനുകൂലമായ സാഹചര്യം അവർക്കും കൂടി മികച്ച നിലയിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ലാഭകരമാണെങ്കിലേ KSRTC ഓടുകയുള്ളൂ, സ്വകാര്യ ബസ് ഓടുകയുള്ളൂ. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടം സഹിച്ച് പണ്ട് കാലത്തേതുപോലെ, പണ്ട് KSRTC അങ്ങനെയൊക്കെ ഓടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. അപ്പോൾ നഷ്ടം സഹിച്ച് ഓടുന്ന ഒരു സ്ഥിതി ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളതിന് എത്ര വാശി പിടിച്ചാലും എത്ര സമരം നടത്തിയാലും ഒരു പരിധിക്കപ്പുറം അതിനകത്ത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിജയകരമായി സർവീസ് നടത്താൻ കഴിയുന്ന റൂട്ടുകൾ നിശ്ചയിക്കുകയും ആ റൂട്ടുകളിൽ പെർമിറ്റ് പ്രഖ്യാപിക്കുകയും ആ പെർമിറ്റിനനുസൃതമായി പുതിയ വാഹന സർവീസ്, അതിനകത്ത് KSRTC ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. സ്വകാര്യ സംരംഭകർ സ്വാഭാവികമായും ലാഭമുണ്ടല്ലേ വരുള്ളൂ. ഏതായാലും അതിനുവേണ്ടി ഇവിടെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികളെത്തി, മറ്റ് സംഘടനാ നേതാക്കളെത്തി, ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകളെത്തി. അവരൊക്കെ കുറേ രേഖാമൂലം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ വാക്കാൽ പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ RTO ഇവിടെയുണ്ട്, ജില്ലാ വാഹന ഗതാഗത വകുപ്പിൻ്റെ ജില്ലാതലത്തിലെ മേധാവിയാണ്. RTOയുടെ ശ്രദ്ധയിൽ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഇവിടെ കേട്ടതും എഴുതി തന്നതുമായ, എൻ്റെ കയ്യിലുണ്ട് 4-5 പേപ്പർ, അത് വിവിധ ആളുകൾ തന്നതും പിന്നെ കാലാകാലങ്ങളിൽ എൻ്റെ കിട്ടിയ നിവേദനങ്ങൾ ക്രോഡീകരിച്ച് ഞാൻ തയ്യാറാക്കിയതാണ്. അതും കൂടി ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വളരെ വിശദമായി പഠിച്ച് പലതും ഓവർലാപ്പിങ് വരുന്നുണ്ട്. ഒരേ കാര്യം തന്നെയാണ് പലരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിശദമായ ആരെങ്കിലും കാര്യക്ഷമതയുള്ളൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി തന്നെയല്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, 2 ജോയിൻ്റ് RTO ഓഫീസിൻ്റെ കീഴിലാണ് ഈ നിയമമണ്ഡലം വരുന്നത്. അതിൽ പാലാ ജോയിൻ്റ് RTO ഇവിടെ വന്നിട്ടുണ്ട്. പൊൻകുന്നം ഞാനതിപ്പോൾ മുമ്പ് വ്യക്തിപരമായി സൂചിപ്പിച്ചു, പൊൻകുന്നം ജോയിൻ്റ് RTO ഓഫീസിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ചോദിച്ചപ്പോൾ ജോയിൻ്റ് RTO സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. എങ്കിലും അതിനടിയിൽ MVIമാർ അടക്കം ഉദ്യോഗസ്ഥരുള്ളതാണ്. ആരെങ്കിലും വരാതിരുന്നത് വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു ജനകീയ പ്രവർത്തനത്തിൽ ഭാഗഭാക്കാകാൻ വന്നില്ല എന്നുള്ളത് ഗൗരവമായി തന്നെ വകുപ്പ് എടുക്കണം എന്ന് ഞാൻ RTOയോട് നിർദ്ദേശിക്കുകയാണ്. അതേതായാലും അത് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം. ഏതായാലും ഇവിടെ കിട്ടിയ നിർദ്ദേശങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. ഡ്രാഫ്റ്റ് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് റൂട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത്, കൺവീനർ എന്നുള്ള നിലയിൽ പാലാ ജോയിൻ്റ് RTO ആണ് കൺവീനർ തന്നെ മുൻകൈ എടുത്ത് ഞാനുമായും ആലോചിക്കണം. അതോടൊപ്പം ഓരോ പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അന്തിമമാക്കി ആ റൂട്ടുകൾ പ്രഖ്യാപിക്കുകയും പിന്നീട് 2ാം ഘട്ടം എന്നുള്ളതിൽ ആ റൂട്ടുകളിലേക്ക് KSRTCയും അല്ലെങ്കിൽ സ്വകാര്യ സംരംഭകരെയും കൊണ്ടുവന്ന് ബസ് ഓടിക്കാനും. ഇതെല്ലാം നമുക്ക് സമയബന്ധിതമായി നടക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആരംഭശൂരത്വമാണ്. നമ്മൾ ചർച്ചയൊക്കെ നടത്തും, ഗൗരവമായി തീരുമാനങ്ങളൊക്കെ എടുക്കും, എല്ലാം കൈയടിച്ച് പാസ്സാക്കും, പിന്നെ പല കാര്യങ്ങളും ഫയലിൽ ഉറങ്ങും. ആ ഒരു സ്ഥിതി പോയിട്ട് കാര്യമില്ല. ഇതൊരു 3 മാസത്തിനകം നമുക്കൊരു നടപടിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിച്ച് ബസ് ഇടിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്നുമല്ല. പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന് ഈ 2-2.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതിന് ഒരു റിസൾട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ കുറേ ഉൾപ്രദേശത്തെങ്കിലും ബസ് ആരംഭിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ചില റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും, ചില പ്രദേശത്ത് രാവിലെ ഇല്ലാത്തതും ചില പ്രദേശത്ത് വൈകിട്ടില്ലാത്തതും ഒക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരണം. ഈ യോഗം കൊണ്ടൊരു ഗുണമുണ്ടായി എന്നുള്ള സാഹചര്യം ഉണ്ടായെങ്കിലേ യോഗത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഒരു 3 മാസം എന്ന് ഞാൻ സമയം നിശ്ചയിക്കും. ഞാൻ കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ പാലാ ജോയിൻ്റ് RTO അത് വളരെ ഗൗരവമായി എടുത്ത് ഈ കാര്യങ്ങൾ നടത്തണം. RTO അതിന് മേൽനോട്ടം വഹിച്ച് സൂപ്പർവൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു 3 മാസത്തിനകം ഇക്കാര്യത്തിൽ നമുക്കൊരു നടപടി ഉണ്ടാവത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. എൻ്റെ കയ്യിൽ കുറേ നിർദ്ദേശങ്ങളുണ്ട്, അതും കൂടി ഞാൻ ബന്ധപ്പെട്ട ചുമതലയുള്ള ആൾക്ക് കൈമാറുകയാണ്. ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നോട് ചോദിച്ചാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ പലരും പലപ്പോഴും മേരി ഇപ്പോഴാണ് വരുന്നത്, പറഞ്ഞായിരുന്നു പഞ്ചായത്ത് മെമ്പറാ പൂഞ്ഞാർ തെക്കേക്കരയെന്ന്. അപ്പോൾ പലരും പറയുന്ന ഒരു പരാതി ഉള്ളത്, പാലായിൽ നിന്ന് വൈകിട്ട് പേട്ടയ്ക്ക് വണ്ടിയില്ല. ഇവിടെ ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ്. പാലായിൽ നിന്ന് എനിക്ക് തോന്നുന്നു 8 മണി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയ്ക്ക് ഒറ്റ വണ്ടിയില്ല. ഇല്ലേ? അങ്ങനെയല്ലേ സ്ഥിതി? 8 മണി കഴിഞ്ഞാൽ ഒറ്റ വണ്ടി പേട്ടയ്ക്കില്ല. നിരവധി ആളുകൾ ദൂരസ്ഥലത്ത് നിന്ന് പാലായി വന്നേച്ച് ഓട്ടോറിക്ഷ പിടിച്ചും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ പേട്ടയ്ക്ക് വരേണ്ട ഒരു സ്ഥിതിയാണ്. എത്രയാ? പാലാപേട്ട 12 കിലോമീറ്ററല്ലേ ഉള്ളൂ. ദിവസം പറഞ്ഞു 12 കിലോമീറ്ററല്ലേ ഉള്ളൂ. 12 കിലോമീറ്ററേ ഉള്ളൂ. ഒന്നാന്തരം നാഷണൽ ഹൈവേ പോലത്തെ റോഡാണ്.
അപ്പോൾ 8 മണിക്ക് ശേഷം നിർബന്ധമായും 1-2 വാഹനങ്ങൾ, അത് KSRTC ഇവിടെ റൂട്ട് ഫോർമുലേഷൻ്റെ ഭാഗമൊന്നും ആക്കണ്ട, KSRTC ATO ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പാലായിൽ നിന്ന് 8 മണിക്ക് ശേഷം മിനിമം ഒരു 9 മണി വരെയെങ്കിലും 1-2 വണ്ടികൾ പേട്ടയ്ക്ക് ഉണ്ടാവണം. അതിനുള്ള ക്രമീകരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഇല്ലെങ്കിൽ പാലായി വന്ന് ഹാൾട്ടാകുന്ന വണ്ടികളുണ്ടാവും 8:15, 8:30, 9 ഒക്കെ അവിടെ വന്ന്. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മന്ത്രിയുമായി സംസാരിക്കാം. നിങ്ങൾ തീർന്നു വരുന്നുണ്ട്. അത് നിങ്ങളുടെ തലത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് ഇങ്ങോട്ട് നീട്ടാൻ പറ്റുമെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധപ്പെടുത്തിയാൽ ഞാനത് മന്ത്രിയായിട്ട് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനുമായിട്ട് സംസാരിക്കാം, സോണൽ മാനേജറുമായിട്ടും ആര് വേണമെങ്കിലും സംസാരിക്കാം. എനിക്കോ രാത്രി 8 മണിക്ക് ശേഷം പാലായിൽ നിന്ന് പേട്ടയ്ക്ക് KSRTCകൾ വർദ്ധിക്കണം. അതുപോലെ റൂട്ട് ഫോർമുലേഷൻ്റെ ഭാഗമായിട്ട് 1-2 റൂട്ട് ആ രീതിയിലുള്ള പ്രപ്പോസലുകളും കൂടെ വയ്ക്കുക. മറ്റാർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞ് ആദ്യം പറയുന്നോ? പറയാനില്ല. ഇവിടെ എല്ലാം എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ള ഈ നമ്മുടെ MLA സാർ പറഞ്ഞ പോലെ ഈ പൂഞ്ഞാർ നിയമങ്ങളും 2 ജോയിൻ്റ് ആർട്ടിമാരുടെ കീഴിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബസ് ക്ലേശം പറഞ്ഞത് കോരുത്തോട് ആ ഭാഗമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു റൂട്ട് ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിട്ട് അതിനകത്ത് ചർച്ച ചെയ്ത് അതിനകത്ത് നമുക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇതിൽ 1.25 മണിക്കൂറായി വലിയ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ജനകീയ സദസ്സ് വളരെ സജീവമായ ചർച്ച ആക്കി മാറ്റി എടുക്കാൻ സാധിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് ഇത് വിളിച്ചു ചേർക്കാൻ ചെന്ന് അന്ന് തന്നെ 12/8 ഡേറ്റിൽ തന്നെ നമുക്ക് കൂടണം എന്ന് നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങൾക്കും പറയുന്ന ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്ഥാനത്ത് വന്ന MLAക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇതിൻ്റെ സ്വാഗതം പറഞ്ഞ കോട്ടയം RTOയ്ക്കും നന്ദി പറഞ്ഞു. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് മെമ്പർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, TP റോഡ്, ഈരാറ്റുപേട്ട.